പിള്ളേരുടെ വീഡിയോ ഒക്കെ കാണാത്തതിന്റെ കുറച്ച് പേരുടെ വീഡിയോ കണ്ടില്ലോ. കാണട്ടെ. വീഡിയോ ഓണാക്കി വെക്കട്ടെ. ഓക്കെ, ശരി. നല്ലൊരു ഗുഡ് മോർണിംഗ് പറഞ്ഞ് എല്ലാവരും കേൾക്കട്ടെ. ഗുഡ് മോർണിംഗ് പറഞ്ഞ് നിങ്ങളൊന്ന് ഫ്രഷ് ആവട്ടെ. എനിക്ക് കേൾക്കാൻ വേണ്ടി തന്നെയല്ല. ശരി, ഗുഡ് മോർണിംഗ് പറഞ്ഞ് മൈക്കൊക്കെ ഓണാക്കി നമ്മൾ ടച്ച് ആവട്ടെ. ഫെൻസർ ഗുഡ് മോർണിംഗ് പറഞ്ഞ് കേൾക്കട്ടെ. ശരി, ഓക്കെ, ശരി. ഒരു എനർജി ഉണ്ടാവാൻ വേണ്ടിയാണ് നമ്മളൊരു ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞ്. ഓക്കെ, ശരി. അപ്പൊ അങ്ങനെയാണ്. ബുക്ക് അടച്ചു വെക്കാം. സാധനം പറയാം. ബുക്ക് അടച്ചു വെച്ചോ. ശരി, ബുക്ക് അടച്ചു. എലിസബത്ത് ഹലോ. ശരി. പാസ്കൽസ് എന്താ നമ്മൾ പറഞ്ഞത്? ഡിഫൈൻ സ്റ്റേറ്റ് പാസ്കൽസ്. ശരി, അതുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചത്. എന്നിട്ട് അപ്പോ അതിനകത്ത് ഏഞ്ചൽ ബേബിയെ അത് വെച്ചുള്ള ആപ്ലിക്കേഷൻ നമ്മളെ പഠിച്ചേ. എവിടെ? പെട്ടെന്ന് പറ. ഏഞ്ചൽ ബേബി കട്ടായി. ശരി, പറഞ്ഞേ. അസ്ലം റഷീദെ, അത് വെച്ചുള്ള ആപ്ലിക്കേഷൻ ഏതാ പഠിച്ചേ? അതെ, അല്ല, എന്താണ് ആപ്ലിക്കേഷൻ അതിന്റെ? ഹൈഡ്രോളിക് ലിഫ്റ്റിന്റെ ഇക്വേഷൻ എന്ത് വരും? ഓക്കെ, നിങ്ങൾക്ക് ബയോളജിക്ക് മാർക്ക് കുറവാന്നൊക്കെ പറഞ്ഞു. കഴിഞ്ഞ തവണയൊക്കെ 2 തവണ ഫെയിൽ ആവണു. ഇതിന്റെ പേര് പറഞ്ഞിട്ടല്ലോ കഴിഞ്ഞ ദിവസം. ശരി, അഫീസ, ഈ F1 എന്നുള്ളത് നമ്മൾ കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. പകരം എന്താണ് അതിനകത്ത് കൺസെപ്റ്റ് നമ്മൾ പഠിക്കേണ്ടത്? ശരിക്കും ഇവൻ പറഞ്ഞ ഫോർമുല നമ്മൾ കാണാതെ പഠിക്കൊന്നും ആവശ്യമില്ല. പകരം എന്താ പഠിക്കുന്നത്? അതാ പഠിക്കുന്നത്. P1 = P2. അഫീസ പറഞ്ഞാ പഠിക്കുന്നത്. P1 = P2 മാത്രം പഠിച്ചാൽ മതി. മറ്റേ ഫോർമുല നിങ്ങൾ കാണാതെ പഠിച്ച സമയം കളയരുത്. എന്ത് P1 എന്ന് പറയുന്നത്? സോജു, P1 എന്ന് പറയുന്നത് ആരാന്ന് പറയും? P1 = P1 പോലെ എന്ത് നമ്മൾ വിളിക്കും? പ്രഷർ കൊടുക്കണല്ലേ. P1 എന്ന് പറയുന്നത് എന്ത് ഫോർമുല എന്ന് വിളിക്കും? P1 ന്റെ ഫോർമുല F1 A1. F1 by A1. F1 ആരാ? A1 ആരാ? F1 ഫോഴ്സ് നമ്മൾ കൊടുക്കണേ. A1 ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ പിസ്റ്റൽ. ശരി, ഏത് പിസ്റ്റലിന്റെ നമ്മൾ കൊടുക്കണേ? ശരി. നീമ, ഇന്നലെ എവിടെയായിരുന്നു? ശരി. പനിയാണെങ്കിലും ഓൺലൈൻ ക്ലാസ് അത്യാവശ്യം കേട്ടാ. എന്തെങ്കിലും ദൂരത്തിന്റെ കേട്ടോളാം. ഓൺലൈൻ ആവുമ്പോൾ അതിന്റെ എക്സ്ക്യൂസ് പറഞ്ഞാൽ മതി. വീഡിയോ ഓഫ് ചെയ്തിട്ടോ ക്ലാസ് കളയണ്ട, വെറുതെ കേട്ടോളാം. കിടന്നിട്ടാണെങ്കിലും കേട്ടോളൂ. ശരി, പറഞ്ഞോളൂ. അപ്പൊ അങ്ങനെയാണ്. പറഞ്ഞോ. ആരാ വിളിച്ചേ? ശരി. ഇപ്പോഴാണ് വന്നത്. കുഴപ്പമില്ല ഏഞ്ചലെ, പ്രശ്നമില്ല, എനിക്കറിയാം. അപ്പൊ നമുക്ക് അത്രേ ഉള്ളൂ കോൺസെപ്റ്റ്. പിന്നെ ത്രസ്റ്റ്, പിന്നെ 3 ടൈപ്പ് മോഡുലസ്. ഒരു കേസോടെ ചോദിക്കട്ടെ. മുഹമ്മദ് അഫ്സർ, ഇന്നലെ ചോദിച്ചിട്ട് നീ പറഞ്ഞിട്ടില്ല, ഇന്നലെ വിട്ടുപോയി. അഫ്സർ ഓണാക്കിയേ.
എടാ 3 ടൈപ്പ് എലാസ്റ്റിക് മോഡുലൈ ഉണ്ട്. എലാസ്റ്റിക് മോഡുലൈ, അതായത് മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റി 3 ടൈപ്പിലുണ്ട്. ഏതൊക്കെയാണ്? സോളിഡ്, ലിക്വിഡ്, ഗ്യാസോ? അതല്ല, 3 ടൈപ്പ് മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റി ഉണ്ട്. കെ 3 ടൈപ്പ് കെ ഉണ്ട്. ഏതൊക്കെയാണ്? ഇല്ല. ശരി, ഒന്ന് പറഞ്ഞേ ഹരിഗോവിന്ദ്, ഒന്ന് പറഞ്ഞേ. യങ്സ് മോഡുലസ്, അതെ. ബൾക്ക് മോഡുലസ്, അതെ. ഷിയറിംഗ് മോഡുലസ്. അതെ അതെ അതെ, അത്രേ ഉള്ളൂ. ഇതാണ് 3 സാർ. കേട്ടോ സാറേ? 3 ടൈപ്പ് എലാസ്റ്റിക് മോഡുലൈ, മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റി 3 ടൈപ്പ് കെ, വൈ ബി ജി 3 ടൈപ്പ് ആൾക്കാർ. ശരി, ഒറ്റ കാര്യം ചോദിച്ചിട്ട് ഞാൻ നമ്മുടെ ഇതിനകത്ത് കിടക്കാം. കാൽവിനെ, അതില് 3 ഉപയോഗിക്കുന്ന ഏത് മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റിയാ? 3 സോളിഡ്സിലും ലിക്വിഡിലും ഗ്യാസിലും ഉപയോഗിക്കാൻ പറ്റിയ മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റി ഏതാ കാൽവിൻ? 3 ഉപയോഗിക്കാവുന്ന മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റി ഏതാ? മോഡുലസ് അല്ലേ? ഇല്ല. ഏതാണ്? ഇല്ല, പെട്ടെന്ന് പറയൂ. ഒന്ന് പറഞ്ഞേ. ദേവിക ഇല്ലേ? ദേവിക പറഞ്ഞേ. പറ. ചോദ്യം മനസ്സിലായില്ലേ? ബൾക്ക് മോഡൽസ്. 3 ഉപയോഗിക്കാൻ പറ്റിയ ബൾക്ക് മോഡൽസ്, അല്ലെങ്കിൽ 3 നമുക്ക് പറയാൻ പറ്റിയത് ബൾക്ക് മോഡൽസ്. ശരി, എടുത്തു, ബുക്ക് എടുത്തോ, ബാക്കി നമുക്ക് നോക്കാം. കാൽവിനെ അതൊന്നും വിട്ടുപോയില്ലടാ, വളരെ ഡയറക്റ്റ് ആണുള്ള കൺസെപ്റ്റ്. ഇന്നലെ ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരുന്നാണെങ്കിൽ എവിടെയെങ്കിലും കുറഞ്ഞു പോകണ്ടോ ശ്രദ്ധ? കാൽവിൻ ശ്രദ്ധ കുറഞ്ഞു പോകണ്ടാ? അല്ലെങ്കിൽ അത് പറയൂലോ, 3 മോഡുലസില് 3 മോഡുലസ് ആണെന്ന് ചോദിച്ചാൽ പറയൂലോ. അല്ലെങ്കിൽ കുറഞ്ഞു പോകണ്ടാ? അവസാനം കേട്ടില്ലായിരുന്നു, റെക്കോർഡ് പിന്നെ കണ്ടില്ലായിരുന്നു. അവസാനം അതിന്റെ ബൾക്ക് മോഡുലസ് നമ്മൾ ഇന്നലെ പറഞ്ഞതൊക്കെയാണ്. എവിടെയൊക്കെ തട്ടിക്കൂട്ടി പോകേണ്ടതൊരു സംശയം. അങ്ങനെ വന്നാൽ പോയിട്ടാ. അങ്ങനെ വന്നാൽ നമുക്ക് ഈ ട്യൂഷൻ വേറെ സംഭവം. തട്ടിക്കൂട്ടാണെങ്കിൽ ഇതൊന്നും ആവശ്യമില്ല. സ്കൂളിലേക്ക് അല്ലെങ്കിൽ സ്കൂളിലെ പരീക്ഷകൾക്കോ വരാൻ പോണ മോഡൽസ് എന്താന്ന് ഒരു തീരുമാനിച്ചത്. +1 അലോട്ട്മെന്റ് നടക്കാം ഇപ്പൊ. നോക്കി അവസ്ഥ എവിടെയാണ് അതിന്റെ അവസ്ഥ എന്ന് ഓർത്തു. അപ്പൊ അത് കണ്ടുകൊണ്ട് കമ്പയർ ചെയ്ത് നമ്മളെ തട്ടിക്കൂട്ടാൻ നിൽക്കരുത്. ഞാൻ അത്ഭുതപ്പെട്ടു. ഇന്ന് കഴിഞ്ഞ ദിവസം പേപ്പറില്ല, +1 അലോട്ട്മെന്റിന്റെ ലാസ്റ്റ് കഴിഞ്ഞ ദിവസമാണ്. അതായത് ഒരു കുട്ടി ചിലപ്പോ ഇപ്പോഴാ ജോയിൻ ചെയ്തത്. അതിന് എന്താ കാണിക്കാനാ ഉദ്ദേശിക്കണേ? ഓക്കെ, നിങ്ങളപ്പോ പ്രശ്നം വെച്ചാൽ നിങ്ങൾ കമ്പയർ ചെയ്ത് നിങ്ങളുടെ ആ സ്കൂളിലെ ആ കുട്ടികളെ വെച്ചിട്ടായിരിക്കും. പക്ഷെ ഓൾ ഓവർ കേരള എടുത്ത് നോക്കുകയാണെങ്കിൽ കുട്ടികൾ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ മുതൽ കുട്ടികൾ അങ്ങനെ കൃത്യമായി പഠിക്കുന്ന സ്ഥാപനങ്ങളിൽ പോയി ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. നമ്മളൊന്നും അല്ലാത്ത സ്ഥാപനങ്ങളുണ്ട്. എത്ര നല്ല സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾ ഇതൊന്നും ബോധറിയുള്ള, അവരെ ടോപ്പിക്ക് പഠിക്കണം, അവരുടെ എയിം വലുതായിരിക്കും. ഞാൻ പറഞ്ഞുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഈ ചുറ്റുവട്ടത്തുള്ള നമ്മുടെ കൂട്ടത്തിലുള്ള കുട്ടികളോ അവർക്കൊന്നുമില്ല, ഇവർക്കൊന്നുമില്ല, അവർ ഇത്ര പ്രോബ്ലം ചെയ്യേണ്ട ആവശ്യമില്ല, ഇത്ര പഠിക്കേണ്ട ആവശ്യമില്ല, ഓടൂല, അങ്ങനെ ഗുണം ഉണ്ടാവില്ല. ട്യൂഷൻ നിർത്തുക എന്നുള്ളതാണ് അതിന്റെ ബെസ്റ്റ് പരിപാടി. ഓക്കെ, ശരി. നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ എക്സർസൈസിലെ ബാക്കിൽ, ടെക്സ്റ്റ് ബുക്കിന്റെ ബാക്കിലെ എക്സർസൈസിൽ 10.8 ഒരു ക്വസ്റ്റ്യൻ എടുക്കണം. അത് ചെയ്തേ. പറഞ്ഞോ. 10.8 എക്സർസൈസിൽ 10.8 എക്സർസൈസ്. എന്തേ ഫാത്തിമ അത് ഒപ്പിച്ചില്ലേ? ഇല്ല, ഞാൻ പറഞ്ഞ പരിപാടി ഞാൻ പറഞ്ഞു. ഏതാണോ ഫിസിക്സോ മാത്സോ കെമിസ്ട്രിയോ ഏതാണോ പഠിപ്പിക്കുന്നത് അത് മോളെന്ത് ചെയ്യണം? ഡൗൺലോഡ് ചെയ്യണം. ഗൂഗിളിൽ കയറി ചുമ്മാ അടിച്ചു കൊടുത്താൽ മതി. ഒരുപാട് അതാണ് ഡൗൺലോഡ് ചെയ്യാൻ പറഞ്ഞത്. ഡൗൺലോഡ് ചെയ്തിട്ട് അതിന് പ്രിന്റ് എടുക്കണം. അതിന്റെ പ്രിന്റ് എടുക്കണം. ഓരോ ചാപ്റ്ററിന്റെ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് വെക്കുക. ഇത്രേ ഉള്ളൂ. കാരണം മാത്തമാറ്റിക്സും മറ്റതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഈ സാധനം വേണം. അത് പ്രിന്റിൽ നോക്കി തന്നെ ചെയ്യണം. അതാണ് അതിന്റെ മെത്തേഡ്. ഓക്കെ, പ്രിന്റ് എടുത്ത് വെക്കണം. ഓരോരോ ചാപ്റ്റർ പ്രിന്റ് എടുത്ത് വെച്ചാൽ 2 ചാപ്റ്റർ എടുത്ത് വെച്ചേക്കുക. ഈ ചാപ്റ്റർ അടുത്ത ചാപ്റ്റർ എടുത്ത് വെച്ചു. ശരി, നിസ്സാര പൈസയാവുള്ളൂ. നോക്കാം. ക്വസ്റ്റ്യൻ ഞാനൊന്ന് വായിച്ചുതരാം. അതൊന്ന് പെട്ടെന്ന് കേട്ടോ. വായിച്ച ക്വസ്റ്റ്യൻ വായിച്ച MIPS 10.8 വായിച്ചരാ. പെട്ടെന്ന് വായിക്കണം. ഒരു മിനിറ്റ്. A hydraulic automobile lift is designed. ഒരു മിനിറ്റ്, ബാക്കിയുള്ളവരോട് കേൾക്കാൻ വേണ്ടി പെട്ടെന്ന് പറയുള്ളൂ. ഒരുപാട് സമയം ഞാൻ കളയില്ല കേട്ടോ. ഹൈഡ്രോളിക് ഓട്ടോമൊബൈൽ ലിഫ്റ്റ് ഈസ് ഡിസൈൻഡ്
to lift cars with a maximum mass of 3000 kg. 3000 kg area of cross section of the piston carrying load. Okay. Centimeter square. Then what maximum pressure be on the smaller piston has to bear. ഇതാണ് സംഭവം. ഇവിടെ ക്വസ്റ്റ്യൻ വായിച്ചോ, ഐഡിയ കിട്ടിയ ഹാൻഡ് റേസ് ചെയ്തിട്ട് ജസ്റ്റ് ഹാൻഡ് റേസ് ചെയ്യുക ആസ് എ റെസ്പോൺസ്, എന്നിട്ട് ചെയ്ത് തുടങ്ങിക്കും. എന്നിട്ട് അത് ചെയ്ത് തുടങ്ങിക്കും. ഒരു വെയിറ്റ് ചെയ്യൊന്നും വേണ്ട, ചെയ്ത് തുടങ്ങിക്കും. ഓക്കെ, ഐഡിയ കൃത്യമായി കിട്ടിയവര് ഹാൻഡ് റേസ് ചെയ്ത് ചെയ്ത് തുടങ്ങി. 10.8 മോനെ, 10.8 എക്സർസൈസിൽ 10.8. അച്ഛൻ കിട്ടിയാ? ദുൽഫുക്കറെ എന്തേ ഇരിക്കണേ? വായിക്കണം, ക്വസ്റ്റ്യൻ വായിക്കണം. ശരി, ശരിക്കും ശ്രദ്ധിച്ച് വായിക്കും. ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ നമുക്ക് പറ്റണം. ഇത്രയും ദിവസം ക്ലാസ് കേട്ടിട്ട് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റണം. അത് വീണ്ടും വീണ്ടും വായിക്കണം. കളയരുത്. ഗുവാതെ ശരിക്കും വായിക്കണം കേട്ടാ. എന്നും ലേറ്റ്, ഞാൻ പറയും എന്നും ലേറ്റ്. ഡൗട്ട് ചെയ്യല്ലേ ചെയ്തോ? അർജുൻ എന്തേ പറഞ്ഞോ? ചെയ്തോ? കേൾക്കണില്ല. 10.8 എക്സർസൈസിൽ ബാക്കില് ആ ചാപ്റ്ററിന്റെ ബാക്കിൽ എക്സർസൈസ് ഇല്ലേ? സോറി 10 അല്ലായിരിക്കും അത്. 8 കഴിഞ്ഞ് 9 10-ലാണോ? ഫ്ലൂയിഡ് 10 ആണോ? എക്സർസൈസ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ ചാപ്റ്റർ തീർന്ന ശേഷം, ഫ്ലൂയിഡ് ചാപ്റ്റർ തീർന്ന ശേഷം. 9 അല്ല, 10, ചാപ്റ്റർ നമ്പർ 10 ഫ്ലൂയിഡ്സ്. ക്വസ്റ്റ്യൻ വായിച്ച്, നിന്റെ ക്വസ്റ്റ്യൻ വായിച്ച് 8, 10.8, 9.8 വായിച്ച്. അത് സോളിഡ് ആയിരിക്കും. കിട്ടിയാ? കഴിഞ്ഞ ഭീമ മറിയം കഴിഞ്ഞ? പിന്നെ ആരും നോക്കിയിരിക്കുക? ഞങ്ങൾ വർത്താനം പറഞ്ഞ് കേട്ടോണ്ടിരിക്കുക. നന്നായി. ഞങ്ങൾ വർത്താനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്റെ പേജ് നമ്പർ അവൻ മറിക്കാത്ത നിങ്ങൾ കേട്ടോണ്ടിരുന്നിട്ട് എന്തായാലും. നോക്കാം. അമിഷ കിട്ടിയാ? ഓക്കെ, നോക്കാം നമുക്ക് എന്താ ഐഡിയ ആണ്. ആലിയ എന്ന് പറഞ്ഞേ. മുഹമ്മദ് അൽബാന്റെ വീഡിയോ എന്തിടാ? മുഹമ്മദ് അൽബാൻ എന്ത് ആളെന്തേ പറഞ്ഞിട്ടുണ്ട്? ആലിയ പടപൊടി ആലിയ ഓഫീസിൽ പറഞ്ഞിട്ടുണ്ട്. ശരി, എല്ലാവരും ഓഫീസിലാണോ പറഞ്ഞത്? എന്നോട് ഖദീജ പറഞ്ഞ പോലെ എങ്ങനെയാ ചെയ്യണം? എന്താ പ്രോബ്ലം? കിട്ടിയാ? ഐഡിയ കിട്ടിയാ? ഞാൻ പറയാറ് ശരിയാണെന്നറിയില്ല. ശരിയാന്ന് നോക്കാം. ശരിയാണോ? എന്താ പറയണേ? A2 തന്നിട്ടുണ്ട്. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറയുമ്പോ A2 തന്നിട്ടുണ്ട്. എന്താ പറയാൻ കാരണം? A2 എന്ന് പറയാൻ കാരണം എന്താ? എല്ലാവരും കേട്ടോ പിള്ളേരെ? ഞാൻ ഡിസ്കഷനിലാട്ടോ പോയിന്റ് തന്നെ. A2 എന്ന് പറയാൻ കാരണം എന്താ? പിസ്റ്റൺ ക്യാരിയിങ് ദ ലോഡ് എന്ന് പറഞ്ഞിട്ടില്ലേ? ലോഡിനെ ക്യാരി ചെയ്യുന്നത് അത് പറഞ്ഞേക്കണാരോ അതിനെ A2 എന്ന് വിളിക്കണം. കാരണം രണ്ടാമത് നമ്മൾ A2 എന്നാ വിളിച്ചിരുന്നത്. ശരിയാ. പിന്നെ ഇതെന്താ സാധനം? അത് മാസ്.
ആ കാറിന്റെ കാരണം മാസ് അല്ലെങ്കിൽ മാസ് തന്നത് കാര്യം ഈ F=ma ചെയ്യാൻ പറ്റുമോ? ആ അതാണ് പോയിന്റ്. F=ma വെച്ച് ചെയ്യാൻ പറ്റും. അതിനേക്കാൾ നല്ലൊരു സാധനം കളി എല്ലാവരും കേട്ടോ. ആരാ പറഞ്ഞത്? അതിനേക്കാൾ നല്ലത് F=ma പറയുന്നേക്കാൾ നല്ലൊരു ഓപ്ഷൻ ആരാ പറഞ്ഞത്? അവിടെ ഉണ്ടാവുന്ന ഫോഴ്സിന് ma അല്ലാതെ വേറൊരു വാക്ക് ഞാൻ വിളിച്ചിട്ടുണ്ട്. ആരാ പറഞ്ഞേ? അതൊന്ന് പറ ഫെൻസ, വാട്ട് ഈസ് യുവർ സജഷൻ? ത്രസ്റ്റ് എന്ന് പറയുന്ന ഒരു വാക്കുണ്ട്. അതുണ്ട്. വേറെ ഞാൻ ഉദ്ദേശിച്ചത് പോവാതെ mg അബ്സല്യൂട്ട്ലി ഇത്രയോടെ നല്ലതാ. കേട്ടോളൂ പിള്ളേരെ, ഒരു സ്ഥലത്ത് കേട്ടോളൂ, അത് ഫിസിക്സ് ആണ്, അത് ജനറൽ ഫിസിക്സ് ആണ്. എഫ് ഒന്നും അല്ല വിളിക്കുന്നത്, W എന്നാണ് വിളിക്കുന്നത്. ഖദീജ കേൾക്കുക, എല്ലാവരും കേൾക്കുക, കാരണം കുറച്ചുപേരെ അതിന്റെ റിപ്ലൈ തന്നുള്ളൂ. ഒരു സ്ഥലത്ത് ഒരാൾ ഒരു മാസ് വെച്ചാൽ, ഇതൊന്നും കുട്ടികൾക്ക് ഐഡിയ ഇല്ല, 10 കിലോഗ്രാം വെച്ചാൽ ഈ 10 കിലോഗ്രാം ഇരിക്കുന്ന സ്ഥലത്ത് ഒരു ഫോഴ്സ് ഉണ്ടാക്കും. ഈ എപ്പോഴും വീണ്ടും മനസ്സിലാക്കുക, ഫിസിക്സ് ആണത്. ഒരു സ്ഥലത്ത് നിങ്ങൾ 10 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ മാസാണ്. എന്റെ വെയിറ്റ് 80 കിലോയാണ്, ഞാൻ 80 കിലോഗ്രാമാണ്. എന്റെ വെയിറ്റ് അല്ല, എന്റെ മാസാണ് 80 കിലോ. ഞാൻ ഒരു സ്ഥലത്ത് നിന്നാൽ ആ 80 കിലോ എന്ന് പറയുന്ന 80 കിലോ ഇൻറ്റു ആ 80 കിലോ മാസ് ഇൻറ്റു mg വെയിറ്റ് ആയി മാറും. ഈ വെയിറ്റ് എന്താണ്? ഇവൻ ഫോഴ്സ് ആണ്, ഇവൻ താഴത്തേക്ക് ആക്ട് ചെയ്യും. കണ്ടോ? അപ്പൊ 10 ഇൻറ്റു g 9.8, അപ്പൊ 98 ന്യൂട്ടൺ ആയി മാറും എന്ന് കുട്ടികൾ മനസ്സിലാക്കുക. ബേസിക് ഫിസിക്സ് ആണ്. ഒരാളുടെ മാസ് കിലോഗ്രാമിലായിരിക്കും, ആ മാസ് ഇൻറ്റു g ചെയ്യുമ്പോൾ അവൻ വെയിറ്റ് ആയി മാറും. വെയിറ്റ് SI യൂണിറ്റ് ന്യൂട്ടൺ ആയിരിക്കും, ബിക്കോസ് ഇറ്റ് ഈസ് എ ഫോഴ്സ്. ടോൾഡ് യു സെവറൽ ടൈംസ്, അഗൈൻ ഐ ആം റിപ്പീറ്റിംഗ്. അപ്പൊ ദിസ് മാസ് ചേഞ്ചസ് ഇറ്റ് ടു കൺവേർട്ടഡ് ഇൻടു ഫോഴ്സ്, which is nothing but it is a weight, mg. അപ്പൊ 3000 ഇൻറ്റു 10 കൊടുത്തോ, വേണമെങ്കിൽ തൽക്കാലം 9.8 കൊടുത്താൽ ബെസ്റ്റ് ആണ്. ഇൻറ്റു 10 കൊടുത്തു. അവരൊന്നും പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല, അതിന്റെ പേരിൽ നിങ്ങളുടെ മാർക്ക് കുറിക്കൊന്നുമില്ല. അപ്പൊ 1 2 3 4 0 4 10⁴ എന്ന് വിളിച്ചാൽ സ്റ്റാൻഡേർഡ് ആയി. കാര്യങ്ങൾ എളുപ്പവും. സ്റ്റാൻഡേർഡ് മാത്രമല്ല. അപ്പൊ അവൻ ഫോഴ്സ് ആയി. അല്ല, ഞാൻ ചോദിക്കട്ടെ, മുഹമ്മദ് ഫുവാദ്, ഇവൻ ഏത് ഫോഴ്സ് ആയി? F1 ആണോ F2 ആണോ? ഫുവാദല്ല, ഫുവാദ്. F1 ആണോ F2 ആണോ? നീ ശ്രദ്ധിക്കണില്ല, നീ ആ പറഞ്ഞ ഭാഗമേ ശ്രദ്ധിക്കണില്ല. വെറുതെ പറയാ, ഏതാണ്ട് മറ്റേ ഹിസ്റ്ററി കേൾക്കും പോലെ കേൾക്കണേ. പറഞ്ഞേ അബിയ, അവൻ F1 ആണോ F2 ആണോ? ഉറക്കെ പറ, പെട്ടെന്ന് സമയങ്ങളല്ലേ. അങ്ങനെ ചാടി പറ. F2 ആണ്. രണ്ടാമത്തതാണ്. കാരണം ലോഡിന്റെ അവസ്ഥ പറഞ്ഞ അപ്പർ സൈഡ്, അവിടുത്തെ A2 കേട്ടാ, അവിടുത്തെ F2. കണ്ടുപിടിക്കേണ്ട പ്രഷർ സ്മോളർ പിസ്റ്റളിലെ. ഞാൻ ചോദിക്കട്ടെ അലീഫ, ഈ സ്മോളർ പിസ്റ്റൾ എന്ന് പറഞ്ഞാൽ ഏതാ? എന്താ കണ്ടുപിടിക്കട്ടെ? P1 ഓ P2 ഓ ഏതാ കണ്ടുപിടിക്കട്ടെ അലീഫ? P2 എന്ന് പറയാനുള്ള കാരണം എന്താ ഫാത്തിമ സലീം? ഈ P2 എന്ന് പറയാനുള്ള കാരണം എന്താ? ഈ അലീഫ P2 എന്നാണല്ലോ പറഞ്ഞത്, ശരിയാണോ ഫാത്തിമ സലീം? ശരിയാണോ? അതാണോ നമ്മുടെ സ്മോളർ പിസ്റ്റൾ? അതല്ലേ ഏതാ കണ്ടുപിടിക്കാൻ പറയണം ഇവിടെ? അപ്പൊ P1 ആണോ P2 ആണോ? അപ്പൊ എങ്ങനെ P1 കണ്ടുപിടിക്കും? P2 അല്ല, P1 ആണ് കണ്ടുപിടിക്കുന്നത്. P1 എങ്ങനെ കണ്ടുപിടിക്കും? P1 കണ്ടുപിടിക്കാൻ വേണ്ടി തോമസ് ജോർജ്, P1 കണ്ടുപിടിക്കാൻ വേണ്ടി എന്താ അവിടെ അതിലുള്ളത്? അത് വെച്ചാൽ എങ്ങനെ P1 കണ്ടുപിടിക്കാൻ പറ്റുമോ? ഏത് ഫിഗറെ? അതെ, അതാണ് പോയിന്റ്. ഇവരാണ് പോയിന്റ്. അതായത് P1 ആണ് കണ്ടുപിടിക്കേണ്ടത്. പക്ഷെ P1 നമ്മുടെ കയ്യിലില്ല. P1 കണ്ടുപിടിക്കണമെങ്കിൽ F1/A1 വേണം.
അപ്പൊ അത് വേണ്ട, F1 by ആവണമെന്നും ഇല്ല. പക്ഷെ we know that P1 is equal to P2. So P2 is equal to F2 by A2. അതാ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഫോർമുല കാണാതെ പഠിച്ചിട്ട് കാര്യങ്ങൾ ഇന്ന് രാവിലെ പറഞ്ഞത് എന്താണെന്നറിയാം? ഈ ബോധമാണ്. ദിസ് ഈസ് എ മോസ്റ്റ് ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ് ഇൻ ദാറ്റ് വേർഡ്. എന്താണ്? P1 is equal to P2. ഇതാണ് ഐഡിയ എന്ന് ഞാൻ പറഞ്ഞത്. നിങ്ങൾ കാണാതെ പഠിക്കരുത്. മറ്റൊരു ഫോർമുല പറഞ്ഞു ഞാൻ പറഞ്ഞു അങ്ങനെ പറയരുതോ എന്ന് പറഞ്ഞില്ലേ? അസൽ റഷീദ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ പറയുന്നത് മാത്രമല്ല, കണക്കിന് അതല്ലല്ലോ വന്നേ. ആ ഫോർമുല വന്നേ ഇല്ല കണക്കിൽ. ചിലപ്പോ ഒരു പക്ഷെ അത് വന്നിട്ടില്ല ഇവിടെ. P1 is equal to P2. അത് തന്നെയാണ് F2 by A2. So what you need to find? You need to find just F2 by A2. F2 ആരാണ്? 3 into 10 raised to 4 divided by 425 centimeter square. ഇത് അപകടമാണ്. ഇത് അപകടമാണ്. എന്തായാലും അപകടം ഐഷ തസീൻ, എന്തായാലും അപകടം A2 അപകടം എന്താ? എവിടെ ഈ കുട്ടികൾ ഞാൻ ചോദിക്കുമ്പോൾ മിണ്ടാതില്ല, ഞാൻ പേര് എഴുതി അടുത്തേക്ക് കൂട്ടാം. നിങ്ങൾ തെറ്റാണെങ്കിൽ റെസ്പോൺസ് പെട്ടെന്നായിരുന്നു. ആരാ സെന്റിമീറ്റർ സ്ക്വയർ മാറ്റി എങ്ങനെയാക്കണം? ആഹാ, മീറ്റർ സ്ക്വയർ എന്താ വെച്ചാൽ എന്താക്കണം? മീറ്റർ സ്ക്വയർ ആക്കണം കേട്ടോ. എന്നോട് പറയാം, സംശയമുണ്ട്. ഐശ്വര്യ സംശയമുണ്ടെങ്കിൽ എല്ലാവർക്കും സംശയമുണ്ട്. സെന്റിമീറ്ററിൽ കിടക്കാൻ പാടില്ല, അത് മീറ്ററിൽ കിടക്കണം എന്ന് പറയുമ്പോൾ സെന്റിമീറ്റർ സ്ക്വയർ എന്നുള്ളത് മീറ്റർ സ്ക്വയർ ആണ്. വാട്ട് ഇസ് ദ എസ് യൂണിറ്റ് ഓഫ് ഏരിയ? ഏരിയയുടെ എസ് യൂണിറ്റ് മീറ്റർ സ്ക്വയർ ആണ്. ബേസിക് ഐഡിയ. അഗൈൻ ബേസിക് ഐഡിയ കംസ് ഇൻ മാത്തമാറ്റിക്സ്, കെമിസ്ട്രി, ഫിസിക്സ് എല്ലാത്തിനും വരും. ഒരു +2 കഴിഞ്ഞ് ഇറങ്ങുന്ന കുട്ടികൾക്ക് ഉണ്ടാവുന്ന ബേസിക് ഐഡിയ ആണത്. ഏരിയയുടെ എസ് യൂണിറ്റ് എന്താണ്? മീറ്റർ സ്ക്വയർ ആണ്. 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, പക്ഷെ നമ്മൾ അങ്ങനെ കൃത്യമായിട്ട് പഠിക്കില്ല. വോളിയത്തിന്റെ എസ് യൂണിറ്റ് മീറ്റർ ക്യൂബ് ആണ്. സെന്റിമീറ്റർ ക്യൂബിൽ കിടന്ന തെറ്റാണ്, അത് മീറ്റർ ക്യൂബിലേക്ക് മാറ്റും. അപ്പൊ സെന്റിമീറ്റർ സ്ക്വയറിനെ മീറ്റർ സ്ക്വയറിലേക്ക് മാറ്റും. എന്ത് ചെയ്യും? ആരാ പറഞ്ഞ? ആർക്കാ ധൈര്യമുള്ള? ആർക്കാ ധൈര്യമുള്ള? എന്ത് പറയും? എന്ത് ചെയ്യും? ധൈര്യമുള്ള ആർക്കാ പറ? ധൈര്യമുള്ള ആർക്കാ? ധൈര്യമുള്ള ആർക്കാ? ധൈര്യമുള്ള ആർക്കാ? പ്രതിഭാശിച്ചു ധൈര്യം ചോർന്നു പോയാ? എവിടെ പറഞ്ഞേ? അതെ, അത് തന്നെയാ സംഭവം. അതിന് ഏറ്റവും എളുപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടിരിക്കുന്നതാണ്. സെന്റിമീറ്ററിനെ ഡിവൈഡ് ബൈ 100 നോക്കുമ്പോൾ നമ്മുടെ സ്റ്റാൻഡേർഡിലേക്ക് ഉയരണം. എങ്ങനെ? നമ്മൾ കോമ്പറ്റേറ്റീവ് എക്സാം ഭാവിയിൽ എഴുതാനുള്ളത് എന്തായാലും നിങ്ങൾ എഴുതും. അപ്പൊ അതിനകത്ത് മാറണം. അപ്പൊ സെന്റിമീറ്റർ സ്ക്വയറിനെ നമ്മൾ സെന്റിമീറ്റർ മീറ്ററിലേക്ക് മാറ്റാൻ 10⁻² എന്നാണ് പറഞ്ഞത്. അതായത് 100 വെച്ച് ഡിവൈഡ് ചെയ്യണം. 100 വെച്ച് ഡിവൈഡ് 10⁻². അപ്പൊ ഫിസിക്സിൽ നിന്ന് വിട്ട് മാത്സിലിട്ട് അപ്പൊ കളിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്സ് അല്ലാതെ ശരിക്കും അത് സയൻസ് ആണ്. സെന്റിമീറ്റർ മീറ്റർക്ക് അപ്പൊ 10⁻² ആണ് സെന്റിമീറ്ററിനെ എന്തിലേക്ക് മാറ്റാൻ? മീറ്ററിലേക്ക് മാറ്റാൻ. കാരണം ഡിവൈഡ് ബൈ 100 ആണ്, ഇങ്ങനെ വരും. അത് ആരാണ്? 1/10⁻² എന്നാണ്. 10⁻² മുകളിലേക്ക് പോകുമ്പോൾ എന്താവും? 10⁻². ബേസിക് ഐഡിയ ആണ്. ഇതിനകത്ത് നിങ്ങൾ ശരിക്കും വർക്ക്ഔട്ട് ചെയ്യണം. അപ്പൊ നിങ്ങൾ കോൺഫിഡന്റ് ആവും. ഇനി നമുക്ക് നാണക്കേടായി. അതിന്റെ സ്ക്വയർ, ആസ് ലൈക്ക് ഷീ ടോൾഡ്, വി ഹാവ് ടു ടേക്ക് ദ സ്ക്വയർ ഓഫ് ദാറ്റ് വൺ. അപ്പൊ ഇതിന്റെ സ്ക്വയർ എടുക്കണം. അങ്ങനെ പരിപാടി. സെന്റിമീറ്ററിനെ എന്താണോ മാറ്റി അതിന്റെ സ്ക്വയർ വീണ്ടും കൊടുക്കണം. അപ്പൊ എന്തായി പോകും? 425 into 10⁻²യുടെ സ്ക്വയർ -4. അപ്പൊ എന്തായി പോകും? 425 into 10⁻⁻4 മീറ്റർ സ്ക്വയർ. ദിസ് ഈസ് ദ ഏരിയ. അപ്പൊ താഴെ 425 into 10⁻⁻4 അതാണ് ഏരിയ. അപ്പൊ എന്ത് ചെയ്യാം? ഈ 10⁻⁴ 10⁻⁻4 എന്ത് ചെയ്യാം? റോസ്മരിയ എന്ത് ചെയ്യാം? പള്ളി പോയി പറഞ്ഞാൽ മതി. അതാണ് കണ്ടോ സാറ് ചോദിക്കണേന്റെ പറഞ്ഞ ചാടി. എന്ത് ചെയ്യാം? സാറെ ക്യാൻസൽ ചെയ്യാം. എന്ത് ചെയ്യാൻ പറ്റൂല? ക്യാൻസൽ ചെയ്യാൻ പറ്റൂല എന്ന് പറയും. അതാണ് പ്രശ്നം. അപ്പൊ ഇത് മുകളിലേക്ക് പോകുമ്പോ എന്താവും? 10⁻8. അപ്പൊ 3 divided by 425 into 10⁻4 into 10⁻4 അങ്ങനെ
3 divided by 425 into 10 raised to 8. വളരെ ബേസിക് സാധനമാണ് അതൊക്കെ. പാസ്കൽ, അത്ര പാസ്കൽ അറിയാവുന്നവർക്ക് വളരെ സിമ്പിൾ സാധനങ്ങളാണ്. ഞാനിത് ചിലവരുടെ സംശയം കിടന്ന് കുടുങ്ങുന്നുണ്ട്, അതുകൊണ്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു കേട്ടോ. അറിയാവുന്നവർക്കും ഇതൊക്കെ എന്ത് ഇതൊക്കെ അറിയാവുന്നവർക്ക് അത്രേ ഉള്ളൂ. ഇതൊക്കെ എന്ത്, ഇതൊക്കെ നമ്മൾ സ്ഥിരം ചെയ്യുന്ന പരിപാടിയാണ്. സാരമുള്ളൂ ഇത്. മുഹമ്മദ് അൽഫാസ് ഒക്കെ ചോദിക്കണം കേട്ടോ. അൽഫാസ് ഒന്നും ചോദിക്കാതെ ഇരുന്ന് ഞാൻ ചോദിക്കുമ്പോൾ ഐഡിയ ഇല്ലാത്ത ആൻസറുകൾ പറയുന്നത് പോലെ അതിങ്ങനെ കേറി വരണം. ഒരു 5 മാസം 6 മാസം ക്ലാസ്സിൽ ഇരുന്നിട്ട് മാറ്റമില്ലാതെ വന്നാൽ ശരിയാവില്ലയോ? ഒരു ഗുണമില്ലാതെയാണ്. വളർച്ചയില്ല. വളർച്ചയില്ലാത്ത നമ്മളെന്ത് പറയും, വളർച്ചയില്ലാത്ത കുട്ടിയാന്ന് പറയില്ലേ 10 മാസം കഴിഞ്ഞിട്ടും. അങ്ങനെ പറയുമ്പോൾ തന്നെ വളർച്ചയില്ല, വെറുതെ നിൽക്കും. ഡെഡ്. അങ്ങനെ ആവരുത്. വളർച്ച ഉണ്ടാവണം ക്ലാസ്സിലിരുന്ന. നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യണം അത്. ശരി, നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്ത് പരിപാടി നിർത്തിക്കോളണം. നോക്കാം, മുന്നോട്ട് പോവാം. വളർച്ചയില്ലാതെ ഇങ്ങനെ 10 മാസം ഈ പ്രഗ്നൻസി പോലെ നമ്മൾ 10 മാസം 10 മാസത്തിനുള്ളിൽ കൃത്യമായ പൂർണ്ണമായ വളർച്ച എത്തിയിട്ട് വേണം ഡെലിവറി ചെയ്യാൻ, പുറത്തേക്ക് വരാൻ. അങ്ങനെ അപ്പൊ ഇങ്ങനെ ഇരുന്നാൽ ഓരോ മാസം 2 മാസം കൂടുമ്പോൾ പ്രഗ്നൻസി പീരീഡിൽ സ്കാൻ ചെയ്യും. അപ്പൊ സ്കാൻ ചെയ്ത വളർച്ചയുണ്ടോ നോക്കിക്കൊണ്ടിരിക്കും. അതാണ് നിങ്ങൾ ഇടയ്ക്ക് സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുക. എന്തെങ്കിലും വളർച്ചയുണ്ടോ, എന്തെങ്കിലും ഉണ്ടോ നിങ്ങൾ തന്നെ സ്കാൻ ചെയ്യാൻ നിങ്ങൾക്ക്. ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയാം, ആ ക്യാരിങ് നിർത്തണം. അങ്ങനെയാണ്. ആ ഗർഭിണിയാണെങ്കിൽ പിന്നെ നമ്മളത് പ്രഗ്നൻസി പീരീഡ് കണ്ടിന്യൂ ചെയ്തിരുന്നാണ് അതിന്റെ അർത്ഥം. അതിനാണ് സ്കാൻ ചെയ്ത് നോക്കണം. അതിന് നിങ്ങൾക്ക് ഒരു വളർച്ചയില്ല, ഒരു മാറ്റമില്ല, ഒരു ഗുണമില്ലെങ്കിൽ നിർത്തിക്കോണം പരിപാടി. 10 മാസം ചുമന്ന് അവസാനം ഡെഡായി പുറത്തേക്ക് വന്നിട്ട് കാര്യമില്ലല്ലോ. അത് എപ്പോഴും മനസ്സിൽ വെക്കുക കേട്ടോ. ശരി, ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ സ്കൂളിൽ പോകുമ്പോൾ ഒരു വളർച്ച, നമുക്കൊരു ഡെവലപ്മെന്റ് ഫീൽ ചെയ്യും. ഒന്നുമില്ലെങ്കിൽ പിന്നെ കാര്യമില്ലല്ലോ. അടുത്ത ഹെഡിങ്ങിലേക്ക് നമ്മൾ പോകണം. തൽക്കാലം പാസ്കൽ ലോയുമായി ബന്ധപ്പെട്ട പ്രോബ്ലം ചെയ്തു, അതിന്റെ ആപ്ലിക്കേഷൻ പഠിച്ചു, അത് എന്താണെന്ന് പഠിച്ചു. അതിൽ നിന്നൊരു ചോദ്യം ചോദിക്കും പരീക്ഷ. അടുത്ത ഞാൻ പറയാൻ പോകുന്നത് പുതിയൊരു ഐറ്റത്തിലേക്ക് കിടക്കണം. പ്രഷറുമായി ബന്ധപ്പെട്ട പുതിയൊരു ഐറ്റത്തിലേക്ക് കിടക്കണം. ഞാൻ ചോദിക്കട്ടെ, ഈ വെള്ളത്തില് പുഴയിൽ കുളിച്ചവർക്കും സ്വിമ്മിംഗ് പൂളുകളിലേക്ക് കുളിച്ചവർക്കൊക്കെ അറിയാം, നമ്മൾ വെള്ളത്തിന്റെ അടിയിലേക്ക് പോകുമ്പോ കേട്ടോ, നമ്മൾ വെള്ളത്തിന്റെ അടിയിലേക്ക് പോകുമ്പോ നമുക്ക് എന്ത് ഫീൽ ചെയ്യും? നേരത്തെ പിള്ളേർ പറഞ്ഞിരുന്നു മുകളിലേക്ക് ഒരു പ്രഷർ ഫീൽ ചെയ്യും, മുകളിലേക്ക് ഒരു ഫോഴ്സ് ഫീൽ ചെയ്യും. അതല്ലാതെ വെള്ളത്തിന്റെ അടിയിലേക്ക് പോകുമ്പോ ഞാൻ എക്സാമ്പിൾ പറയാം. ഈ വെള്ളത്തിന്റെ അടിയിലേക്ക് പോകുന്ന, ഈ കടലിന്റെ അടിയിലേക്ക് പോകുന്ന ആളുകൾക്ക് ഒരു പ്രത്യേക സ്യൂട്ട്, പ്രത്യേക ഒരു ജാക്കറ്റ് കിടും, പ്രത്യേക ഡ്രസ്സ് കിടും. അല്ലെങ്കിൽ നമ്മൾ വെള്ളത്തിന്റെ അടിയിലേക്ക് പോകുമ്പോഴും നമ്മുടെ ബോഡിയിലേക്ക് നമ്മളൊരു പ്രത്യേക മുകളിലേക്കുള്ള ഒരു തള്ളല്ല, അല്ലാതെ ഒരു സംഭവം ഫീൽ ചെയ്യും. ആർക്കെങ്കിലും പറയാം എന്താണ്? അതുകൊണ്ടാണ് അവർ ആ സ്യൂട്ടും ജാക്കറ്റും കിടുന്നത്. ആനന്ദ് പി എം പറഞ്ഞേ കേൾക്കട്ടെ. ആനന്ദ് പി എം എന്തായിട്ടും എന്താ സാർ? അബ്സല്യൂട്ട്ലി, വാട്ട് യു ടോൾഡ് ഈസ് അബ്സല്യൂട്ട്ലി റൈറ്റ്. അതായത് നമ്മളെങ്ങനെ നമ്മൾ ചുറ്റിനും ഞെക്കും പോലെ നമുക്ക് തോന്നും. അത് ശരിക്കും പുഴയിലിറങ്ങി കുളിക്കാറിയാവുന്ന നല്ലപോലെ നീന്താറിയുന്നവർക്കാണ് ആ ഫീൽ കിട്ടുള്ളൂ. മറ്റേ നമ്മൾ മുങ്ങി പോകുമ്പോൾ നമുക്ക് പേടിയാവുള്ളൂ, ഇതൊന്നും നമ്മൾ ഫീൽ ചെയ്യില്ല. അല്ലാതെ നമ്മളിങ്ങനെ മുങ്ങി താഴെയൊക്കെ പോകുന്ന വളരെ എക്സ്പെർട്ട് ആയിട്ടവർക്ക് നമുക്ക് ഫീൽ ചെയ്യും. നമ്മുടെ ചുറ്റിന്ന് എന്ത് ചെയ്യും? നമ്മളെ ഞെരുക്കും, ചുറ്റിന്നും പ്രഷർ വരും. അതിന് നമ്മളൊരു പേര് വിളിച്ചിരുന്നത് ഹൈഡ്രോസ്റ്റാറ്റിക് സ്ട്രെസ് എന്നൊക്കെ നമ്മൾ വിളിച്ച സാധനം. ചുറ്റിന്ന് നമ്മുടെ പ്രഷർ വരും. അത് കടലിന്റെ അടിയിലേക്ക് പോകുന്നതോറും ഭയങ്കരമായിരിക്കും. അത് താങ്ങാതെ വന്നു കഴിയുമ്പോഴാണ്, അത് താങ്ങാതെ വന്ന് നമ്മുടെ ശരീരം ചിലപ്പോൾ വീക്കായി പോകും. അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇവർ ആ ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഇടുന്നത്. അതൊരു പ്രൊട്ടക്റ്റീവ് സാധനം, നല്ല വില കൂടിയ സാധനം. അത് ചുമ്മാ ജാക്കറ്റ് ഒന്നും അല്ല, അത് ഇട്ടില്ലെങ്കിൽ അത് പ്രശ്നമാണ്. ദൈവീകരണത്തിൽ നിങ്ങൾക്ക് അറിയാലോ. ശരി, അപ്പൊ ഞാൻ പറഞ്ഞത് എന്താണ് ആ സാധനം? ഈ വെള്ളത്തിന്റെ അടിയിലേക്ക് പോകുന്നതോറും നമുക്ക് എന്ത് ചെയ്യുന്നു? ഒരു പ്രഷർ ഉണ്ട്. അത് താഴത്തേക്ക് പോകുന്നതും ആഴം കൂടി സ്ഥലത്തേക്ക് പോകുന്നതും അത് കൂടി വരും. ഡാമിലേക്ക് കുളിക്കാൻ പോകുമ്പോൾ നല്ല ആഴമുള്ളതാണെങ്കിൽ, ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ടോപ്പ് ലെയർ നോക്ക്, ഇതാണ് വെള്ളം ലെയർ നോക്ക്, ഇങ്ങനെ വെള്ളമാണ് നോക്ക്. ഇതിനകത്തേക്ക് നമ്മൾ അടിയിലേക്ക് പോകുന്നു. നമ്മൾ ഇവിടെ നമ്മൾ നിൽക്കുമ്പോൾ നമുക്കൊരു ചുറ്റിന്നും ചുറ്റിന്ന് ഇങ്ങനെ വാട്ടർ വന്ന് പ്രഷർ ആക്ട് ചെയ്യും. കുറച്ചുകൂടെ താഴത്തേക്കുമ്പോൾ അത് കൂടും, താഴത്തേക്ക് പോകുന്നതും അത് കൂടും. എന്താണ് ഇതെന്ന് വെച്ചാൽ ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗേജ് പ്രഷർ. സ്പെല്ലിംഗ് പിള്ളേർ നോക്കിയോ, സ്പെല്ലിംഗ് ഗേജ് ഇത് വേണ്ട, ഈ ജി വേണ്ട, ഗേജ് പ്രഷർ, GAUGE, ഗേജ് പ്രഷർ. ചിലർ ഗോഷ് പ്രഷർ എന്നൊക്കെ ക്ലാസ്സിൽ ചിലപ്പോൾ വിളിക്കും.
ഗോഷ് എന്നൊക്കെ ചിലവർ പറയാറുണ്ട്. ഗേജ് എന്നാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഗോഷ് പ്രഷർ എന്നൊക്കെ ചില ടീച്ചർമാർ വിളിക്കുന്നു. രണ്ടും ഒന്നാണ് കേട്ടോ. ഗേജ് പ്രഷർ എന്നാണ് ഞാൻ പറയുന്നത്. ചിലവരങ്ങനെ ഉപയോഗിക്കാറുണ്ട് ടെർമിനോളജി. അപ്പൊ എന്താ സാധനം എന്ന് വിശദമായി നിങ്ങൾ എഴുതിക്കോളൂ. എന്താണ്, നമ്മളൊരു വെള്ളത്തിന്റെ അടിയിൽ നമ്മൾ പോയി കഴിയുമ്പോൾ നമ്മുടെ മേത്ത് അതിങ്ങനെ ഒരു പ്രഷർ ഉണ്ടാക്കും. അത് മുകളിലേക്കുള്ള പ്രഷർ അല്ല കേട്ടോ, അതിന്റെ വേറെ പേരാണ് ബോയൻസി. അത് നമ്മൾ പിന്നെ പഠിക്കും. മുകളിലേക്ക് തള്ളണയല്ല, അത് ബോയന്റ് ഫോഴ്സ് ആണ്. നമ്മളെ ചുറ്റിന്ന് മാനന്ത് പി എം പറഞ്ഞ പോലെ ചുറ്റിന്ന് നമ്മളെ ഞെരുക്കും. ആ ഞെരുക്കുന്ന പ്രഷറിന്റെ പേരാണ് ഗേജ് പ്രഷർ. അത് ഏറ്റവും രസം. ഈ ചുറ്റിന്നും എന്നാണ് നമ്മൾ ഓർക്കണം. പക്ഷേ ഇതിന്റെ ഇക്വേഷൻ കണ്ടുപിടിച്ചു കഴിഞ്ഞപ്പോ അതിന് ഡെറിവേഷൻ നിങ്ങൾക്ക് ഇല്ല. ഡെറിവേഷൻ ഇല്ല. ഇക്വേഷൻ കാണാതെ പഠിക്കണം. മറ്റേ ഇക്വേഷന്റെ നമ്മൾ ഡെറിവേഷൻ വെച്ചിട്ടാണ് പഠിച്ചത്. മറ്റേ നമ്മൾ ഈ വെക്ടറിന്റെ r√(a²+b²+2ab cos θ) നമ്മൾ ബൈഹാർട്ട് ചെയ്യരുത്. അതിന് ഡെറിവേഷൻ ഉണ്ട്, നിങ്ങൾക്ക് വേണ്ട. പക്ഷെ അതേപോലെ ഇതിനും ഡെറിവേഷൻ ഉണ്ട്, നിങ്ങൾക്ക് വേണ്ട. ആ പ്രഷറിന്റെ ഫോമുലയാണ് പി ജി. ജി എന്ന് കാണിക്കുന്നത് ഗേജ് എന്ന് കാണിക്കാൻ വേണ്ടിയാണ്. എല്ലാവരും ഇങ്ങനെ വിളിക്കണമെന്നില്ല, നമുക്ക് മനസ്സിലാൻ വേണ്ടി അങ്ങനെ വിളിക്കാം. ഇസ് ഈക്വൽ ടു എച്ച് റോ ജി എന്നാണ് ഫോമുല. ഇത് ബൈഹാർട്ട് ചെയ്യണം. വളരെ ഇമ്പോർട്ടന്റ് ഫോമുലയാണ്. ബൈഹാർട്ട് ചെയ്താൽ മാത്രം പോരാ, അതിന്റെ ലെറ്റേഴ്സും നമുക്ക് മനസ്സിലാക്കണം. പറഞ്ഞുതരാം. ഗേജ് പ്രഷറിന്റെ ഫോമുല എച്ച് ഇൻറ്റു റോ ഇൻറ്റു ജി എന്നാണ്. അതായത് വിളിക്കുമ്പോൾ എച്ച് റോ ജി. പെട്ടെന്ന് ഓർക്കാൻ, ബൈഹാർട്ട് ചെയ്യാണല്ലോ, ഓർക്കാൻ വേണ്ടി റോജി. റോജി ഒരു പേരാണ് അല്ലെ, റോജി എം ജോൺ, നമുക്കറിയാം, അംഗവാലി. അപ്പൊ റോജി, റോജി റോയാണ്. റോ നിങ്ങൾക്ക് പരിചയമുണ്ടോ? റോയുടെ പരിചയമുണ്ടോ? തലയാട്ടിക്ക് റോയുടെ പരിചയമുണ്ടോ? റോയിന് മുമ്പ് പരിചയമുണ്ടോ? തലയാട്ടിക്ക് പരിചയമുള്ളവര് ഇല്ല? ഉണ്ട്. റോ കണ്ടിട്ടുണ്ടോ മുമ്പ്? തലയാട്ടിക്ക് എഞ്ചിൽ മരിയ ഷാജി റോ കണ്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ റോ? എവിടെയാ കേട്ടോളെ? കേട്ടിട്ടുണ്ട്. ഡെൻസിറ്റി ആണ് ശരിക്കും. സാധനം എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. ഓരോന്ന് എന്താന്ന് ഞാൻ പറഞ്ഞു കേട്ടോ. റോനാണ് പ്രൊനൗൺസിയേഷൻ. അറിയാലോ, പീനെ വളച്ചിരുന്ന ഗ്രീക്ക് ലെറ്റർ ആണ്. റൈറ്റ്. എച്ച് എന്ന് പറഞ്ഞാൽ ഇവന്റെ ഹൈറ്റ് ആണ്. എന്താ ഹൈറ്റ് ആണെന്ന് പറയാം? ശരിക്കും ഹൈറ്റ് എന്നല്ല, ശരിക്കും ഡെപ്ത് എന്ന് നമുക്ക് പറയാം. ഏതാണെന്ന് നോക്കി നമ്മളത് ഇതിന്റെ ടോപ്പിൽ നിന്ന് ഇവിടം വരെ ഉള്ളത് എന്താ? ഇതാണ് എച്ച് എന്ന് ഉദ്ദേശിച്ചത്. ഈ പോയിന്റ് ആണെങ്കിൽ ഈ മോളിൽ നിന്ന് അവിടം വരെ, ഈ പോയിന്റ് ആണെങ്കിൽ ഈ മോളിൽ നിന്ന് ഇവിടം വരെ, ഇതാണ് എച്ച്. അപ്പൊ ഹൈറ്റ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ഡെപ്ത് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ഫ്രം ദ ടോപ്പ് ഓഫ് ദ വാട്ടർ ടു ദ പോയിന്റ് എന്ന് വിളിക്കാം. എച്ച് ഹൈറ്റ് എന്ന് പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും. മുകളിലേക്കുള്ള പൊക്കം, മുകളിലേക്കുള്ള പൊക്കം. ചുമ്മാ ചെരിഞ്ഞ പൊക്കം പോരാട്ടോ, ഇങ്ങനെ ചെരിഞ്ഞെടുക്കരുത്, നേരെ കുത്തിയെടുക്കണം, കുത്തനെ എടുക്കണം. പെർപെൻഡിക്കുലർ ഹൈറ്റ്. പെർപെൻഡിക്കുലർ ഹൈറ്റിൽ മാച്ചിൽ വേറൊരു പേരോട് വിളിക്കാം. ആരെങ്കിലും പറയാം? പെർപെൻഡിക്കുലർ ഹൈറ്റിൽ മാച്ചിൽ വേറൊരു പേരുണ്ട്. പെർപെൻഡിക്കുലർ ഹൈറ്റിൽ ആരെങ്കിലും പറയാം? പെർപെൻഡിക്കുലർ ഹൈറ്റിന് മാച്ചിൽ എന്താ പറയുക? വേറെ ടെർമിനോളജി ആൾട്ടിറ്റ്യൂഡ് അല്ലെ? അതല്ലേ ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയും. ഓൾട്ടിറ്റ്യൂഡ് എന്നുള്ള വാക്ക് കുറച്ചുകൂടെ ഉപയോഗിക്കും. നേരെ കുത്തനെയുള്ള പൊക്കം നമ്മൾ ഓൾട്ടിറ്റ്യൂഡ് എന്നാണ് ശരിക്കുള്ള വാക്ക്. ഹൈറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് പല രീതിയിൽ പറയാലോ, അതുകൊണ്ടാണ്. അപ്പൊ എച്ച് ശരിക്കും ഓൾട്ടിറ്റ്യൂഡ് ആണ്. റോ ആരാണ് പറയണേ? റോ ആരാണോ പറയണേ? ആസിമേ, റോ ആരാണോ പറയണേ? ആളാരാണ് റോ? കേട്ടണ്ട? ഡെൻസിറ്റി. ഇറ്റ് ഈസ് ഡെൻസിറ്റി. അതാണ് ഡെൻസിറ്റി. ഇത് വളരെ ഇമ്പോർട്ടൻസ് ആണ്. ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ഒരു വാക്കാണ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഡെൻസിറ്റി ഇതിന്റെ കട്ടി എത്ര ക്ലോസ്ലി പാക്ഡ് ആണ്, അതാണ്. ആരുടെ? ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡ്. അതാണ് രസം. വിശദമായി എഴുതണം. നിങ്ങൾ ക്വസ്റ്റ്യൻ ആൻസർ പോലെ പഠിക്കരുത്. ഒരു ഇക്വേഷൻ കണ്ടാൽ ഫിസിക്സിലെയും മാത്സിലെയും കെമിസ്ട്രിയിലെ ആ ഇക്വേഷൻ വിശദമായി ആലോചിക്കണം. ദിസ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ടൈം. ഇക്വേഷനെ പ്രശ്നം ഉണ്ടാക്കണം, അതിന് വിശദമായി ആലോചിച്ച് ചോദിക്കും. സാറേ അപ്പൊ അത് അങ്ങനെ വന്നാലോ, സാർ ഇങ്ങനെ വന്നാലോ, ഇതിനെ ആലോചിക്കണം. അതിനെ ഞാൻ ഇത്ര സമയം എടുത്ത് പറയണേ. റോ ഇസ് ദ ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡ്. ലിക്വിഡിന്റെ ഡെൻസിറ്റി. ഓക്കെ, ഇതിന്റെ എസ് യൂണിറ്റ് എന്തായിരിക്കും? ഹൈറ്റിന്റെ എസ് യൂണിറ്റ് മീറ്റർ ആയിരിക്കും, ബിക്കോസ് ഇറ്റ് ഇസ് എ ഡിസ്റ്റൻസ്. ഡെൻസിറ്റിയുടെ എസ് യൂണിറ്റ് എന്തായിരിക്കും? ആരാ പറഞ്ഞത്? ഡെൻസിറ്റിയുടെ എസ് യൂണിറ്റ് ആരാ പറഞ്ഞത്? ആലോചിച്ചു. ഡെൻസിറ്റിയുടെ എസ് യൂണിറ്റ് ആരാ പറഞ്ഞത്? ഡെൻസിറ്റി എസ് യൂണിറ്റ് ആരാ പറഞ്ഞത്? യെസ്, ദേവിക പറഞ്ഞ. ഡെൻസിറ്റി എസ് യൂണിറ്റ് സർ മാസ് ബൈ വോളിയം അല്ലേ? ഇറ്റ് ഈസ് മാസ് ബൈ വോളിയം. അത് മാസ് ബൈ വോളിയം ആണോ സാറേ? അതുകൊണ്ട് എന്താ ഒരു എസ് യൂണിറ്റ്? കിലോഗ്രാം മീറ്റർ.
കിലോഗ്രാം ബൈ Absolutely. മീറ്റർ. ആബ്സല്യൂട്ട്ലി. കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. കുറച്ച് നല്ല വാക്ക്. കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ചിലവര് കിലോഗ്രാം m⁻⁻3. ഇതും കുഴപ്പമില്ല. ഇതൊന്നും കണ്ട് പേടിച്ചേക്കരുത്. കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. അപ്പൊ റോ ഇസ് ദ ഡെൻസിറ്റി. ജി ആരാണ്? ജി ആരാ പറഞ്ഞേ? ഇതല്ല ഹാൻഡ് റൈസ് ചെയ്ത് കാണുന്നില്ല, ഒന്ന് പറഞ്ഞിട്ടില്ല. ഒരിക്കലും ഹാൻഡ് റൈസ് ചെയ്ത് കാണുന്നില്ല. പറഞ്ഞ് ജി ആരാ? ജി ഉറക്കം പറ. ആ ഗ്രാവിറ്റി തന്നെ മോളെ ഞാൻ പഠിപ്പിച്ചാണ്. ജീനെ ഞാൻ പല തവണ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. ജീനെ എന്താ വിളിക്കണ പഠിപ്പിച്ചാണ്? അങ്ങനെ പറ. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ജിക്ക് വേറെ ഒരു പേരുമില്ല. ജി ഒരു ഫിക്സഡ് ആണ് ഫിസിക്സില്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 9.8. അപ്പോ ഗേജ് പ്രഷർ കണ്ടുപിടിക്കാൻ, ഗേജ് പ്രഷർ എന്ത് പ്രഷറാണ്? അമിഷ എന്ത് പ്രഷർ എന്ന് പറഞ്ഞത്? ഗേജ് പ്രഷർ ആരുണ്ടാക്കണ എന്ത് പ്രഷറാണ്? ഒരു ബോഡിയില് ചുറ്റിലും ഒരു ഫ്ലൂയിഡ് ഒരു ബോഡി ലിക്വിഡില് സബ്മേർജ് അല്ലെങ്കിൽ മുങ്ങിക്കിടക്കുമ്പോൾ അതിന്റെ മുകളിൽ ലിക്വിഡ് ഉണ്ടാക്കുന്ന പ്രഷറിന്റെ പേരാണ് ഗേജ് പ്രഷർ. ഒരു വാക്കുകൊണ്ടൊന്ന് മനസ്സിലാക്കി. ലിക്വിഡ് എഴുതണ്ട, അതാണ് ഞാൻ പറഞ്ഞത്. വളരെ ഇമ്പോർട്ടന്റ് വാക്കാണ് ലിക്വിഡ് എഴുതണ്ട. ഇറ്റ് ഈസ് ദ എന്തായാലും അമിഷ ലിക്വിഡിന് പറയാൻ കുറച്ചുകൂടെ ബ്രോഡായിട്ട് നമ്മൾ പറയുമ്പോ ഫ്ലൂയിഡ് എന്ന് പറയുകയാണ് ബെസ്റ്റ്. ഫ്ലൂയിഡ് ഞാൻ എക്സാമ്പിൾ പറഞ്ഞ വെള്ളത്തിന്റെയാണ്, അത് ലിക്വിഡിന്റെ. പക്ഷെ ഭംഗിയായിട്ട് എഴുതുമ്പോൾ നമ്മൾ എന്ത് പറയണം? ഫ്ലൂയിഡ്. ഒരു ഫ്ലൂയിഡില് അവൻ മുങ്ങിക്കിടക്കുമ്പോൾ അല്ലെങ്കിൽ അടി കിടക്കുമ്പോ ആ ഫ്ലൂയിഡ് മുകളിൽ ഉണ്ടാക്കുന്ന പ്രഷറിന്റെ പേരാണ് ഗേജ് പ്രഷർ. ഓക്കെ, ഡൗട്ടുകൾ ഉണ്ടാവണം. ഡൗട്ടുകൾ ഉണ്ടായി അപ്പൊ തന്നെ ചോദിക്കണം. എല്ലാ സൈഡിൽ നിന്നുണ്ടോ? കേട്ടില്ല. എല്ലാ സൈഡിൽ നിന്നുണ്ടോ? അതോ മേളയിൽ നിന്ന് മാത്രമേ ഉള്ളൂ? ശരിക്കും നമ്മൾ നോക്കുമ്പോൾ നമ്മൾ എല്ലാ സൈഡിൽ നിന്നും ജനിക്കും. പക്ഷേ ഈ ഗേജ് പ്രഷർ കണ്ടുപിടിക്കാനുള്ള ഫോർമുല സൈഡിലൊന്നും റോളില്ല. അതാണ് രസം. ഗേജ് പ്രഷർ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയിൽ മേളിൽ നിന്ന് മാത്രമേ ഉള്ളൂ റോള്. മേളിൽ നിന്നുള്ള പൊക്കം കൂടിയാൽ ഗേജ് പ്രഷർ കൂടും. ആ പൊക്കത്തിന് മാത്രം റോള് വരുന്നുള്ളൂ. പിന്നെ ഡെൻസിറ്റി എന്താണെന്ന് ഞാൻ ഒന്നുകൂടെ വിശദമായിട്ട് പറഞ്ഞുതരാം. ഡെൻസിറ്റി എന്ന് വെച്ചാൽ ഈ വെള്ളത്തിന്റെ, നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളത്തിന്റെ കട്ടി, വെള്ളത്തിലുള്ള പാർട്ടിക്കിൾസിന്റെ കണ്ടന്റ്, അതാണ് ഡെൻസിറ്റി എന്ന് പറഞ്ഞിട്ട്. കണ്ടന്റ് എന്ന് ഓർത്തോളൂ. മാസ് ബൈ വോളിയം എന്ന് പറഞ്ഞാൽ ശരിക്കും നിങ്ങൾ കെമിസ്ട്രിയിൽ എന്താ പഠിക്കണേ? ഒരു വോളിയം എടുത്താൽ അതിനകത്ത് എന്തോ ആൾക്കാരെ ചേർത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ പെട്ടെന്ന് ഫിസിക്സ് പരമായിട്ട് എങ്ങനെ മനസ്സിലാക്കേണ്ടത് അറിയോ? ഡെൻസിറ്റി കൂടുതലുള്ള സാധനത്തെ കട്ടി കൂടുതലാണ്. നല്ല ഡെൻസിറ്റി ആണ് ഡയമണ്ടിൽ. അതാണ് ഡെൻസിറ്റി കുറഞ്ഞ ആൾക്കാർ ലിക്വിഡും എയറും ഗ്യാസൊക്കെ ഡെൻസിറ്റി കുറഞ്ഞ ആൾക്കാരാണ്. സോൾട്ട് ആകുമ്പോൾ ഡെൻസിറ്റി കൂടും. കാരണം ക്ലോസ്ലി പാക്ഡ്, റൈറ്റ്? സംശയമുള്ളവർക്ക് എഴുതണം. ഡെൻസിറ്റിയുടെ കോൺസെപ്റ്റ് നമ്മുടെ മനസ്സിൽ വേണം. എല്ലാ ലിക്വിഡിനും ഡെൻസിറ്റി ഉണ്ട്. എയറിന് ഡെൻസിറ്റി ഉണ്ട്. എല്ലാവർക്കും ഡെൻസിറ്റി ഉണ്ട്. പറഞ്ഞു. സിസ്റ്റം അല്ലേ? എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫ്ലൂയിഡിനെ എനിക്ക് തോന്നുന്നു ഈ സിസ്റ്റം എങ്ങനെയാ പ്രഷർ അപ്ലൈഡ് ഓൺ എ സിസ്റ്റം, അങ്ങനെയാണോ? എങ്ങനെയാന്ന് പഠിച്ചത്? അങ്ങനെയാ പറഞ്ഞ സിസ്റ്റം എന്ന് പറയും അല്ലെ? അതൊരു മെറ്റീരിയൽ സിസ്റ്റത്തിന്റെ ഒരു കൂട്ടം ആളുകൾ എന്നുള്ള ഒരു ഉദ്ദേശമാണ്. എന്താ വെച്ചാൽ നമ്മളിപ്പോൾ +1ലേക്ക് കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ സ്പെസിഫിക് ആവും. അവിടെ കുറച്ചുകൂടെ ബ്രോഡായിട്ട് പറയാൻ പറ്റുള്ളൂ. ഇവിടെ കുറച്ചുകൂടെ ഡിഫൈൻഡ് ആവുമ്പോഴാണ് അത് ഫ്ലൂയിഡ് എന്നൊക്കെ എടുത്തു പറയും. അവിടെ ഒരു കൂട്ടം എന്നൊക്കെയാ പറയാൻ പറ്റും. കുട്ടികളെ ഫ്ലൂയിഡും അതങ്ങനെ തിരിച്ച് മനസ്സിലാക്കാൻ പറ്റാത്തതുകൊണ്ട് അവിടെ അങ്ങനെ പറയുള്ളൂ. ശരിക്കും സ്റ്റേറ്റ്മെന്റ് മുഴുവൻ ഇവിടെ കുറച്ചുകൂടെ ഡിഫൈൻഡ് ആവണം. അത്രേ ഉള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അത് നിങ്ങളുടെ മനസ്സിൽ തോന്നിയത് ചോദിക്കണുണ്ടോ? അത് കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞത് പറഞ്ഞോ അറിയാം. ഈ ഗേജ് പ്രഷർ ഉണ്ടാക്കുന്ന ബോയന്റ് ഫോഴ്സും ഗ്രാവിറ്റേഷൻ ഫോഴ്സും ഒക്കെ കൂടിയാണോ എന്നാണ് ശരിക്കും ഫാത്തിമയുടെ ചോദ്യം.
ഇതിന്റെ ഇക്വേഷൻ, ഇതിന്റെ ഡെറിവേഷൻ ശരിക്കും നിങ്ങൾ ഡിഗ്രി ലെവലിലൊക്കെ നമ്മൾക്ക് പഠിക്കുമ്പോൾ ഡിഗ്രി ലെവലിൽ ഫിസിക്സ് മാത്രമായി ഫ്ലൂയിഡ് മാത്രമായിട്ട് പഠിക്കുമ്പോഴാണ് അതിന്റെ ഡെറിവേഷൻ വരുന്നത്. ഡെറിവേഷൻ ഈ സാധനമൊക്കെ ഉൾപ്പെടുത്തും, ബോയിൻ ഫോഴ്സ് ഒക്കെ ഉൾപ്പെടുത്തും. പക്ഷേ ഫൈനൽ ഫോർമുല വന്നപ്പോൾ അതാണ് എന്റെ രസം. ഈ ഇക്വേഷന്റെ ഒക്കെ പ്രത്യേകത അങ്ങനെ വരെ നമ്മൾ നോക്കുമ്പോൾ പല പല ഫാക്ടറുകൾ ഇതിനകത്തുണ്ട്. ബോയിൻ ഫോഴ്സ് ഉണ്ട്, അപ്പുറത്ത് ആക്റ്റീവ് ഉണ്ട്. പക്ഷെ ഇതെല്ലാം ഡിറൈവ് ചെയ്ത് മാത്തമാറ്റിക്കലി ചെയ്തു വരുമ്പോൾ അതിനൊന്നും റോള് കാണില്ല. അതാണ് രസം. ഇതിനൊന്നും റോളില്ല. റോളാകെ വരുന്നത് എച്ചിനും റോയ്ക്കും ജിക്കും. ജീസ് എ ഫിക്സഡ്, ദാറ്റ് യു നോ, കോൺസ്റ്റന്റ്. റോ, ഡെൻസിറ്റി ഓഫ് ദി ലിക്വിഡ് യു ഹാവ് യൂസ്ഡ്. ഏത് ലിക്വിഡിലാണ് മുങ്ങിക്കിടക്കുന്നത് അവന്റെ ഡെൻസിറ്റിക്ക് റോള് വരുന്നുള്ളൂ. രണ്ടാമത്തെ റോൾ, മൂന്നാമത്തെ റോള് ഹൈറ്റ്. ഈ 3 പേർക്കേ റോളുള്ളൂ, വേറെ ആർക്കും ഇതിനകത്ത് റോള് വരില്ല എന്നുള്ളതാണ് ബോയിൻ ഫോഴ്സ് നോക്കണ്ട. അതൊക്കെ എടുത്ത് ക്യാൻസൽ ചെയ്ത് വന്നിട്ടാണ് ഈ ബോയിൻ ഫോഴ്സിലേക്ക് ഈ സാധനങ്ങൾ ലെറ്ററുകളൊക്കെ വരും. അതാണ് മാത്തമാറ്റിക്സിന്റെ ഇക്വേഷന്റെ പ്രത്യേകത. ഡെറിവേഷൻ എന്ന് പറയുന്ന സാധനത്തിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ കൃത്യം കിട്ടും നമുക്ക്, ആരൊക്കെ നേരിട്ട് ആക്ട് ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മൾ ഇക്വേഷൻ ഉണ്ടാക്കിയത് കേട്ടോ. ഇക്വേഷൻ പ്രാക്ടിക്കലി പ്രൂവ്ഡ് ആണ്, തെറ്റില്ല. ഓക്കെ, ഇനി റോ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഇനി കേട്ടോ, ഒരു ലിക്വിഡ് എടുത്താൽ ആ ലിക്വിഡിന്റെ ഡെൻസിറ്റി ഫിക്സ്ഡ് ആയിരിക്കും. ശരിയല്ലേ? നോക്കി, ഞാൻ എക്സാമ്പിൾ പറയാം. ഡെൻസിറ്റിയെ കുറിച്ച് ഞാൻ ഒരു എക്സാമ്പിളോടെ പറയാം. അപ്പൊ ഡെൻസിറ്റി എന്താണ്? കട്ടി. ലിക്വിഡ് ആൾക്ക് അടങ്ങിയിട്ടുണ്ടെന്ന്. ഡെൻസിറ്റി ഓഫ് റോ ഓഫ് വാട്ടർ ആർക്കെങ്കിലും എറൗണ്ട് പറയാമോ? വെള്ളത്തിന്റെ ഡെൻസിറ്റി ആർക്കെങ്കിലും പറയാമോ? എന്ന് ഓർത്തിരിക്കുന്നില്ല. അമിഷയ്ക്ക് പഠിച്ചിട്ടുണ്ടല്ലോ, കുറെ പേര് സ്കൂളിൽ പഠിച്ചിട്ടുണ്ടല്ലോ, നിമക്ക് പഠിച്ചിട്ടുണ്ടാവില്ല സ്കൂളിൽ, അൽസാഫ് പഠിച്ചിട്ടുണ്ടോ? ആരാ പറഞ്ഞ? ആ പറ. ഐ മീൻ എവിടുന്ന ഓർമ്മയെന്നാണോ എവിടെ കിട്ടിയതാണോ? പണ്ട് പഠിച്ചിട്ടുണ്ട് അല്ലെ? 1000 സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ടോ? എടുത്തിട്ടുണ്ട്. മതി, എവിടെയെങ്കിലും കിട്ടിയാൽ മതി, കുഴപ്പമില്ല. നോക്കി പുസ്തകത്തിൽ നേരിട്ട് നോക്കി പറയാതിരുന്നാൽ മതി. ഇറ്റ് ഈസ് 1000. അത് ഓർത്തിരിക്കാൻ എളുപ്പം. 1000 ആണ് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. അത് ഏകദേശം നമ്മൾക്ക് ഉപയോഗിക്കുന്ന വെള്ളത്തിന്റെ 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ് നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളത്തിന്റെ, സാധാ പച്ചവെള്ളത്തിന്റെ, പുഴയിലൊക്കെ വെള്ളത്തിന്റെ. എന്നാൽ നമ്മൾ സീ വാട്ടർ എടുത്താലുണ്ടല്ലോ, സീ വാട്ടർ, അതായത് ഉപ്പിന്റെ അംശം കൂടുതലാണ്. അപ്പൊ അതിന്റെ ഡെൻസിറ്റി കൂടും, ഒരല്പം കൂടും. സീ വാട്ടർ 1 ഇപ്പൊ നമുക്ക് ഇങ്ങനെ വിളിക്കാൻ വേണ്ടി 10⁻³ ഞാനിപ്പോ ഓർക്കുന്നത് അങ്ങനെയാണ്. 10⁻³ കിലോഗ്രാം പെർ മീറ്റർ ഓർത്തിരിക്കുന്നത്. 1000, എറൗണ്ട് 1000. ഇത് ഇത്രയോടെ കൂടുതലാണ്. 1.03 into 10⁻³ ആണ്. ഒരു ഇത്രയോടെ കൂടുതലാണ് സീ വാട്ടർ. ഒരല്പമുള്ളൂ. ഇത് 1 ആണെങ്കിൽ ഇത് 1.03 ആണ്. ചാവ് കടൽ, ഡെഡ് സീ, നിങ്ങൾ കേട്ടോ? ഡെഡ് സീ, ഡെഡ് സീയിലെ വെള്ളത്തിന്റെ ഡെൻസിറ്റി ഒരുപാട് കൂടുതല. അവിടെ ഉപ്പിന്റെ അംശം ഭയങ്കര കൂടുതലാണ്. അപ്പൊ ഉപ്പിന്റെ അംശം എടുക്കുമ്പോൾ നമ്മൾ വെള്ളത്തിൽ ഉപ്പോടെ കൂടുവരും. ഉപ്പിന്റെ അംശം കൂടുതലായിരിക്കും. അപ്പൊ ആ വെള്ളത്തിലെ കണ്ടന്റ് കൂടും. നിങ്ങൾ മനസ്സിലാക്കിക്കോളാം ഫിസിക്സ്. വെള്ളത്തിലെ കണ്ടന്റ് കൂടും, വെള്ളത്തിന്റെ ഡെൻസിറ്റി കൂടും. ഇത് എഴുതണട്ടോ. ഞാൻ പറയുന്നത് ഷാമിനെ, ഞാൻ പറയുന്നത് ഐഡിയ ഇല്ലെങ്കിൽ ഞാൻ പറയുന്ന പോയിന്റ് ആയിട്ട്, ഞാൻ വെറുതെ പറഞ്ഞില്ല, പോയിന്റ് ആയിട്ട് തന്നെ എഴുതണം. ഉപ്പ് എന്ന് പറയുന്ന സാധനത്തിന്റെ അംശം കൂടുമ്പോൾ അത് ഡെൻസിറ്റിയാണ് കൂടെ. കഥ കെട്ടിരുന്ന പോരാ. അതാണ് ഡെഡ് സീയിലെ വെള്ളത്തിന്റെ ഡെൻസിറ്റി കൂടുതൽ. ആ ഡെൻസിറ്റി വെള്ളത്തിന് കൂടുതലുള്ളതാണ് നമ്മൾ വരെ അതിനകത്ത് പൊങ്ങിക്കിടക്കും. കാരണം നമ്മൾ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഡെൻസിറ്റി കുറവാണ്. ഡെൻസിറ്റി കുറവുള്ള ആൾ പൊങ്ങിക്കിടക്കും. ദാറ്റ് ഈസ് ആർക്കിമിഡീസ്, റിലേറ്റഡ് ടു ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ. ഡെൻസിറ്റി കുറവുള്ളവര് പൊങ്ങിക്കിടക്കും. അപ്പൊ വാക്ക് ഡെൻസിറ്റി തന്നെ പറയണം. വെള്ളത്തിന് ഡെൻസിറ്റി കൂടിയാൽ ഇതാണ്. അപ്പൊ സാധാരണ പുഴയിൽ നമുക്ക് പൊങ്ങിക്കിടക്കാൻ പറ്റില്ല. പക്ഷെ അവിടെ വെള്ളത്തിൽ ഉപ്പിന്റെ അംശം കൂടുതൽ. ദാറ്റ് യു നോ. ശരി. ഈ അതുപോലെ ഡെൻസിറ്റി നമ്മുടെ കുഴൽ കിണറില്, ബോർവെല്ലിലെ വെള്ളത്തിന് ഡെൻസിറ്റി കൂടുതലാണ്. കട്ടി, അതിന്റെ സോൾട്ട്, കാൽഷ്യം, പല സോൾട്ടുകളുടെ മിക്സപ്പ് ഉണ്ട്. ശരി. അപ്പൊ അതാണ് ഡെൻസിറ്റി എന്നുള്ള കോൺസെപ്റ്റ്. ദാറ്റ് യു നോ. പറഞ്ഞു. ഒരു മിനിറ്റ്. ആമിന ഒരു മിനിറ്റ്. മുഹമ്മദ് വിശാൽ പറഞ്ഞേ. അതെ. ഉപ്പിന്റെ എന്ന് വെച്ചാൽ ഈ സോൾട്ടുകൾ, നമ്മുടെ കോമൺ സോൾട്ട് മാത്രമല്ല, അവിടെ സോൾട്ടിന്റെ ഈ വെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന മിനറൽസും സോൾട്ടിന്റെ അളവ് കൂടുതലാണ്. അതാണ് അതിന്റെ റീസൺ. അതുകൊണ്ടാണ് അവിടെ ഡെൻസിറ്റി കൂടിയത്. വെള്ളത്തിൽ വേറെ കുറെ സാധനങ്ങൾ കൂടെ ഉണ്ട്.
അപ്പൊ ആ വെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന സാധനങ്ങളുടെ കണ്ടന്റ് കൂടുതലാണ്. കണ്ടന്റ് കൂടിയാൽ മതി, അപ്പൊ ഡെൻസിറ്റി കൂടും. നമ്മുടെ വീട്ടിൽ ചെയ്യുമ്പോൾ ഉപ്പുവെള്ളം ഉണ്ടാക്കിയ ഡെൻസിറ്റി കൂടുതൽ ഉപ്പിടുന്നതുകൊണ്ട് ഡെൻസിറ്റി കൂടുന്നുണ്ട്, കട്ടി കൂടുന്നുണ്ട്. അതുപോലെ ഉപ്പുവെള്ളത്തിൽ മുട്ടയിട്ട് ആ മുട്ട മുങ്ങിക്കിടക്കും, പുഴുങ്ങിയ മുട്ട ഉപ്പുവെള്ളത്തിൽ മുങ്ങിക്കിടക്കും, പച്ചവെള്ളത്തിൽ താഴ്ന്നു പോകും. കാരണം ഉപ്പുവെള്ളം ആക്കുന്നതോറും ഉപ്പുവെള്ളത്തിന് ഡെൻസിറ്റി കൂടും. അപ്പൊ മുട്ടയ്ക്ക് ഡെൻസിറ്റി കുറയും, ഡെൻസിറ്റി കമ്പാരിറ്റീവ് അങ്ങനെ കൂടും. പച്ചവെള്ളത്തിൽ താഴ്ന്നു, പച്ചവെള്ളത്തിൽ ഡെൻസിറ്റി കുറവും. വാട്ട് ഇസ് യുവർ ഡൗട്ട് അമിന? അല്ല, അങ്ങനെ തന്നെയല്ല യഥാർത്ഥത്തിൽ, അങ്ങനെ തന്നെയല്ല. റോ കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി ആയിട്ടല്ല ഇവിടെ എടുക്കുന്നത്. ഈ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിട്ട് അതിങ്ങനെ എടുക്കുമ്പോൾ റോ കോൺസ്റ്റന്റ് ആയിട്ട് വന്നതാണോ? അങ്ങനെയല്ല ഇവിടെ വരുന്നത്. ഓക്കെ സാർ ഈ PG ഒരു മിനിറ്റ് അമിന, റെസിസ്റ്റിവിറ്റിയിൽ അങ്ങനെ വരും. റെസിസ്റ്റിവിറ്റിയിലെ റോ എന്താണെന്നറിയോ? അബ്സല്യൂട്ട്ലി വാട്ട് യു ടോൾഡ് എന്താണെന്നറിയോ? ഇലക്ട്രോണിക്സിൽ കേട്ടോളൂ, ഫിസിക്സിന്റെ പല ബ്രാഞ്ചുകൾ ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, ഈ ബ്രാഞ്ചിന്റെ പേരാണ് ഫ്ലൂയിഡ് മെക്കാനിക്സ്. ഫ്ലൂയിഡ് മെക്കാനിക്സ്, ഫ്ലൂയിഡ് ഡയനാമിക്സ് എന്ന് പറയും. ഏറ്റവും ടഫ് പേപ്പർ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഫ്ലൂയിഡ് ഡയനാമിക്സ് ഒരു സാധനമാണ്. ഡയനാമിക്സിലേക്ക് നിങ്ങൾ കയറിയിട്ടില്ല. ഫ്ലൂയിഡ് ഒഴുകാൻ തുടങ്ങാൻ ഞാൻ ഇന്ന് പഠിപ്പിക്കുന്ന സമയമുണ്ടെങ്കിൽ ഫ്ലൂയിഡ് ഒഴുകാൻ തുടങ്ങിയിട്ടില്ല. സൂപ്പർ ലോസ് പറഞ്ഞിട്ട് ബെർണോളിസ് പ്രിൻസിപ്പിൾ എന്നൊക്കെ പറഞ്ഞു, അടിപൊളി ലോ. ഫ്ലൂയിഡ് ഒഴുകുമ്പോൾ അത് ശരിക്കും പഠിക്കണം. പെട്രോൾ എങ്ങനെ ഒഴുകും, ഗ്യാസ് എങ്ങനെ ഒഴുകും, അതൊക്കെ അങ്ങനെയുള്ള മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞാൽ വലിയ പെട്രോളിയം റിഫൈനിങ് അങ്ങനെയൊക്കെയല്ലേ പോകുന്നത്. അപ്പൊ അതൊക്കെ പഠിക്കണം. അത് എഞ്ചിനീയറിംഗിന്റെ ഒരു പേപ്പറായി മെക്കാനിക്കൽ ഫ്ലൂയിഡ് ഡയനാമിക്സ്. അപ്പൊ അങ്ങോട്ട് പോയിട്ടില്ല. അതാണ് ഒരു ഫിസിക്സിന്റെ ഒരു ബ്രാഞ്ച്. വേറൊരു ബ്രാഞ്ചാണ് ഇലക്ട്രിസിറ്റി, ഇലക്ട്രോണിക്സ് എഞ്ചിനീയർ, ഇലക്ട്രിക്കൽ എഞ്ചിനീയർമാര്. അവിടെ റോ എന്ന് പറഞ്ഞാൽ ആരാന്നറിയോ? റെസിസ്റ്റിവിറ്റിയാണ്. അടുത്ത കൊല്ലം മൊത്തം ഇത് ഐറ്റം റെസിസ്റ്റിവിറ്റി. രണ്ട് റോയാ. റോ വേറെ സ്ഥലത്തും വരും. ഓക്കെ, പറഞ്ഞോ കാൽവിൻ, വാട്ട് ഈസ് യുവർ ഡൗട്ട്? സാർ ഈ PG അതിന്റെ അകത്ത് PG എന്ന് പറയുന്ന ഗേജ് പ്രഷർ അല്ലേ? ഞാൻ ഈ ജി എന്ന് കൊടുത്തിട്ടുണ്ടല്ലോ പോലെ ചെറുതായിട്ട് എഴുതിയ സബ്സ്ക്രിപ്റ്റ് ആയിട്ട്, ഇത് ഗേജ് എന്ന് കാണിക്കാൻ വേണ്ടി. ഓക്കെ, ക്ലിയർ. ശരി, ഇനി ഞാൻ എന്തോ ഒരു ഐറ്റം പറയാൻ പറ്റും. അതവിടെ എന്തോ പറയാൻ പോയത്. ഇങ്ങനെ പറയാനുണ്ട്, ഒരുപാട് പറയാനുണ്ട്. ഇത് ഒരുപാട് എഴുതാനും ഉണ്ടാവും. അങ്ങനെ എഴുതിപ്പോയാലേ ഈ സബ്ജക്ട് മനസ്സിലാവും. മനസ്സിലായ ഭയങ്കര രസമാണ്. ഫ്ലൂയിഡ്സൊക്കെ മനസ്സിലായ ഫ്ലൂയിഡ് കൃത്യമായി പഠിച്ചെടുക്കാൻ പറ്റിയ ആൾക്കാരുണ്ടെങ്കിൽ ഒരുപാട് ഭയങ്കര സ്കോപ്പാണ്. വെറുതെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് കഴിയില്ല. ഓക്കെ, അപ്പൊ ഇതാണ് എന്ത് ഗേജ് പ്രഷർ. ഇത് എവിടെ ഉണ്ടാവുന്നത്? ലിക്വിഡിൽ ഉണ്ടാവുന്നത്. വേറെ ഒന്നുമൊക്കെ പറയാനുണ്ടാവും. ശരി, ഡെൻസിറ്റിയുമായി ബന്ധപ്പെട്ട് അപ്പൊ ഡെൻസിറ്റി ഇങ്ങനെ കൂടും കുറയുന്നൊക്കെ ചെയ്തു. ഇനി എയറിനുണ്ട്, എയറിന് ഡെൻസിറ്റി ഉണ്ട്. വാക്വത്തിന് ഡെൻസിറ്റി കുറവാണ്, വാക്വത്തിന് തീരെ ഡെൻസിറ്റി ഇല്ല. അവിടെ കണ്ടന്റ് വളരെ കുറവാണല്ലോ. അങ്ങനെ 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 പല ആൾക്കാർക്ക് പലതുണ്ട്. അതിലൊന്നും കാണാതെ പിടിക്കുന്ന വെള്ളത്തിന്റെ പഠിച്ചു വെച്ചാൽ നല്ലതാ, അത് എളുപ്പാ. എമിൻ പറഞ്ഞ 1000 എന്ന് പഠിച്ചു വെച്ചാൽ 1000. റൈറ്റ്, ഞാൻ വേറെ സ്ഥലത്ത് ഇനി അടുത്ത കേട്ടോ. നമ്മളങ്ങനെ കേട്ടപ്പോൾ നമ്മളിങ്ങനെ എർത്ത് എടുത്ത് നോക്കി. എർത്ത് ഇതിപ്പോ എർത്താണ്. ഞാൻ പറഞ്ഞ് മനസ്സിലായത് എഴുതണം കേട്ടോ. മനസ്സിലായത് എഴുതണം. വാക്കുകൾ ഉണ്ടാവില്ല. നാളെ നിങ്ങൾ നോക്കി, നിങ്ങൾ എഴുതാതിരുന്നാൽ നിങ്ങൾക്ക് നാളെ ഞാൻ ചോദിക്കും, വാക്കുകൾ പറയാനുണ്ടാവില്ല. എന്തൊക്കെ നിങ്ങൾ പറയും, ടെർമിനോളജീസ് ഉപയോഗിക്കില്ല. ടെർമിനോളജി, പ്രഷർ, ഡെൻസിറ്റി, ആ വാക്കുകളൊക്കെ ഉപയോഗിക്കും. നമുക്ക് എർത്താണ്. ഇവിടെ എയർ ഉണ്ട്. എയർ എവിടം വരെ ഉണ്ട്? ഈ എർത്തിന്റെ മുകളിലേക്ക് എയർ എവിടം വരെ ഉണ്ട്? ആരാ പറഞ്ഞു? ഒരഭിപ്രായം പറഞ്ഞു. അടുത്തൊരു അഭിപ്രായം പറയാൻ പറ്റി. എയർ എവിടം വരെ ഉണ്ട്? എത്ര ഏകദേശം മുകളിലേക്ക് എത്ര വരെ ഉണ്ടാവും എയർ? ഈ മുകളിലേക്ക് ഏകദേശം എത്ര വരെ ഉണ്ടാവും എയർ? അത് ഫുൾ എയർ ആണ്. ആരൊരു അഭിപ്രായം പറഞ്ഞു? ആരെങ്കിലും എന്തെങ്കിലും അഭിപ്രായം? ആശംസിക്കുക. എന്താ നിന്റെ അഭിപ്രായം? അതെ, ആശംസിക്കുക. ഓർമ്മ പറയുന്നത് കറക്റ്റ് ആണ്. ഇന്ന് ഒരു പർട്ടിക്കുലർ അളവിന്റെ മുകളിലേക്ക് എന്താവില്ല സാർ, കാരണം മുകളിലേക്ക് വാക്യൂം. അബ്സല്യൂട്ട്ലി. ആൻമരിയ, വാട്ട് ഈസ് യുവർ സജഷൻ? സാർ അതന്നെ പറയാൻ വന്നേ. യെസ് യെസ്, അബ്സല്യൂട്ട്ലി. അതൊന്ന് ഒരു ഐഡിയ തന്നെയാണ്. കാരണം അപ്പത്തേക്ക് വാക്യൂമാണ്. എർത്തിന് മാത്രമാണ് ഈ എയർ. നിങ്ങൾക്കറിയോ, എർത്തിന് മാത്രം മതിയല്ലോ. എർത്തിന് നമുക്കിവിടെ ജീവിക്കാൻ വേണ്ടി മാത്രം ഈ എയർ സെറ്റ് ചെയ്താണ്. അതിന്റെ അപ്പുറത്തേക്ക് ഇല്ലല്ലോ ഉള്ളത്. നിങ്ങൾക്കറിയാം, എർത്ത് കറങ്ങുമ്പോ ഈ എയറും കൂടെ കറങ്ങണോണ്ടാണ് നമ്മൾ അറിയാത്ത. എർത്തിന്റെ സ്പീഡ്, എർത്ത് കറങ്ങുന്ന സ്പീഡ് ചെറിയ സ്പീഡ് ഒന്നുമല്ല, ഭയങ്കര സ്പീഡിലാണ് കറങ്ങുന്നത്.
അറിയാലോ. പക്ഷെ അതിന് കൂടുതൽ എയറും കറങ്ങണമെന്ന് നമ്മൾ ഫീൽ ചെയ്യില്ല. ഇറ്റ്സ് അനദർ ഡിപ്പാർട്ട്മെന്റ്. ഞാൻ പറഞ്ഞത് നമ്മളിവിടെ നിൽക്കുക, അതെ നമ്മളിവിടെ നിൽക്കുക, ഒരാൾ നോക്കി, ഒരാൾ ഇവിടെ നിൽക്കുക, തീരെ ചെറുത്, എർത്ത് ചേർന്ന് നിൽക്കുക. നമ്മുടെ മേളില് ഇയാൾക്ക് ഗേജ് പ്രഷർ ഉണ്ടാവുമോ? ഈ എയർ നമ്മുടെ മേളില് ഗേജ് പ്രഷർ ഉണ്ടാക്കുകയോ ഇല്ലയോ? ആരാ പറഞ്ഞു? എല്ലാവരും പറഞ്ഞു. എല്ലാവരുടെ കൈ പൊങ്ങണം. ആമിന സൈദ് പോകുന്നൊന്നും ഞാൻ മുഖം കാണില്ല കേട്ടോ. അങ്ങനെയൊന്നും ഇരിക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. അതിന്റെ ആക്ഷൻ വരുമ്പോ അത് സഹിച്ചാൽ മതി. റിസ്വിനെ, വാട്ട് ഈസ് യുവർ സജഷൻ? എല്ലാവരും റെസ്പോണ്ട് ചെയ്യണം കേട്ടോ. നന്ദന ബിജുവിടെ അടക്കം എനിക്ക് കൈകൾ കാണാം. ഫാത്തിമത്ത് ഷാന, അലീഫ എന്ന് ഇങ്ങനെ ഇരിക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ല. അലീഫയുടെ പൊസിഷൻ ഒന്നും ക്ലിയർ അല്ല. ശരി, പറഞ്ഞോ ഒന്ന് പറഞ്ഞേ. അല്ല, ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ മനുഷ്യന്റെ മേത്ത്, ആ നിൽക്കുന്ന ആളുടെ മേത്ത് ഗേജ് പ്രശ്നം ഉണ്ടാവോ ഇല്ലയോ? ഞാൻ ചോദിക്കുന്നത് ഈ ആളുടെ മേത്ത് എയർ, ഞാൻ ഈ വയലറ്റ് ഒന്ന് വരച്ചിരിക്കുന്ന എയർ ആണ്. എയർ ഗേജ് പ്രശ്നം ഉണ്ടാക്കോ ഇല്ലയോ? ഓർക്ക പറ. ഉണ്ടാക്കും. കറക്റ്റ് ആണ്. അതാണ് ചോദ്യം. ഉണ്ടാക്കും. കാരണം ഇതിന്റെ ടോപ്പ് ചെയ്ത് എന്താ ഇവിടം വരെ ഇവനിങ്ങനെ ഉണ്ടല്ലോ. ഇത് ഫ്ലൂയിഡ് ആണല്ലോ. ഏത് ഫ്ലൂയിഡും എന്തുണ്ടാക്കും? ഗേജ് പ്രശ്നം. ഇത് എച്ച് ആണ്. ഇതിനൊരു റോ ഉണ്ട്, ഇതിനൊരു ജി ഉണ്ട്, എയർ ഉണ്ട്. അത് നമ്മുടെ മേത്തുണ്ടാക്കും. അപ്പൊ ഇവിടെ എപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കും? പ്രഷർ ആക്ട് ചെയ്തുകൊണ്ടിരിക്കും. അതിനെയാണ് നമ്മൾ വിളിക്കുന്ന പേര് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അറ്റ്മോസ്ഫിയർ എന്തുണ്ട്? പ്രഷർ നമ്മുടെ മേലിൽ ആക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് വേറെ പുതിയ ഐറ്റം കയറി വരുന്നത്, അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്നാണ് ഇതിനെ വിളിക്കുക. ഇത് നമ്മുടെ ഭൂമിയിൽ എവിടെ ചെന്നാലും ഈ സാധനം ഉണ്ടാവും. ഭൂമിയിൽ എവിടെ പോയി നമ്മൾ ഒഴിച്ചാലും, കാരണം മേളിൽ മൊത്തം അറ്റ്മോസ്ഫിയർ ഉണ്ട്. അതുകൊണ്ട് നമ്മുടെ മേളിൽ എപ്പോഴും ചെയ്തു അതിങ്ങനെ ആക്ട് ചെയ്തുകൊണ്ടിരിക്കും എന്ന് പുള്ളിയെ ശരിക്കും മനസ്സിലാക്കുക. എവിടെ ചെന്നാലും ഈ മുകളിലേക്ക് ചെല്ലുന്നതിനും വ്യത്യാസം വരും. നമ്മള് കേട്ടോ, നമ്മളൊരു കുന്നു കയറുകയാണ്. നമ്മൾ എവറസ്റ്റിന്റെ മുകളിൽ, ഇതിങ്ങനെ എവറസ്റ്റ് ആണ്, എവറസ്റ്റിന്റെ മുകളിൽ ചെന്ന് നമ്മൾ ഇങ്ങനെ നിൽക്കുകയാണ്. എവറസ്റ്റിന്റെ മുകളിലേക്ക് ചെന്ന് നിൽക്കുമ്പോ എന്ത് സംഭവിക്കും? ഈ പ്രഷറിന് എന്ത് സംഭവിക്കും? ആരാ പറഞ്ഞ? ഇർഫാനെ, ചായ കുടിക്കണട്ടോ, നീ എടുക്കുക. ചായ കുടിക്കണം അത് പറയണ്ട. ഉറക്കം പോകാൻ ഇതുണ്ടോ? എനിക്കൊരു മരുന്നുണ്ട് ഉറക്കം പോകാൻ. അതുപോലെ നീ കുടിക്കണ എടുക്കട്ടാ. എനിക്ക് വൈഫൊക്കെ കൊണ്ടേ തന്നെ ഉറക്കം പോകാൻ വേണ്ടിയല്ല കേട്ടാ. നീയും കുടിക്കണോണ്ട് ഇർഫാനെ. അപ്പൊ കേട്ട ഇർഫാൻ എന്ന് പറയാം, നമ്മൾ ഈ മേളിലേക്ക് പോകുമ്പോ, ഇതിന്റെ മേളിലേക്ക് പോകുമ്പോ, ഈ എവറസ്റ്റിന്റെ മേളിലേക്ക് പോകുമ്പോൾ പ്രഷർ കൂടുകയോ ചെയ്യും, കുറയോ ചെയ്യും? അറ്റ്മോസ്ഫിയർ പ്രഷർ കൂടുകയോ കുറയോ ചെയ്യും? എന്താ കാരണം പറഞ്ഞേ? ആരുടെ ഐറ്റം കൂടണേ? പൊങ്ങിക്കൊണ്ടിരിക്കുമ്പോ ആ ഹൈറ്റ് ആണോ എച്ച്? എന്താണ് എച്ച് എന്ന് പറഞ്ഞ സാധനം? അപ്പൊ അത് കൂടുകയാണോ കുറയാണോ ചെയ്യണേ? എവറസ്റ്റിന്റെ മുകളിലേക്ക് പോകുന്നവർ കൂടുകയാണോ കുറയാണോ ചെയ്യണേ? കുറയാണ് ചെയ്യണേ. ഹൈറ്റ് കുറയാണ് ചെയ്യണേ. മുകളിൽ നിന്നുള്ള കുറയാണ് ചെയ്യണേ. അപ്പൊ എവറസ്റ്റിന്റെ മുകളിലേക്ക് പോകുന്നവരും പ്രഷർ എന്ത് ചെയ്യും? അറ്റ്മോസ്ഫിയർ പ്രഷർ എന്ത് ചെയ്യും? കുറയും. ഇവിടെ നോട്ട് ചെയ്യണം. ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. നോട്ട് ചെയ്യണത് ഇനി ഞാൻ പറഞ്ഞെന്തിനാ? അത് വേറൊരു പോയിന്റാണ്, അടുത്തൊരു പോയിന്റാണ്. അറ്റ്മോസ്ഫിയറിക് പ്രഷർ പൊക്കത്തേക്ക് പോകുന്നതിന് കുറയാനുള്ള കാരണം ആ എച്ച് കുറയും. അത് കാണാതെ പഠിക്കുകയല്ല. കാണാതെ പഠിക്കുമ്പോൾ ഇർഫാൻ നേരത്തെ പറഞ്ഞ ചുമ്മാ എറിഞ്ഞു നോക്കും.
കൂടുവോ കുറയോ ചുമ്മാ എന്തൊക്കെ കിട്ടിയാൽ കിട്ടി അങ്ങനെ പറയരുത്. സയൻസ് പഠിക്കുന്ന കുട്ടികൾ അങ്ങനെ പറയരുത്. തെളിവ് സഹിതം ഇക്വേഷൻ വെച്ചിട്ടേ പറയുള്ളൂ. അറ്റ്മോസ്ഫിയർ പ്രഷർ പറഞ്ഞോ ഈ ആക്സിലേഷൻ ടു ഗ്രാവിറ്റി അതൊരു ചോദ്യമാണ്. അതായത് ആക്സിലേഷൻ ടു ഗ്രാവിറ്റി മുകളിലേക്ക് പോകുന്ന ഒരു ചെറിയ മാറ്റം ഉണ്ടാവില്ല. ആക്സിലേഷൻ ടു ഗ്രാവിറ്റി മുകളിലേക്ക് പോകുമ്പോൾ ശരിക്കും കുറയും. ആ ചാപ്റ്റർ ഞാൻ പഠിപ്പിച്ചിട്ടില്ല, പക്ഷെ പഠിച്ചവർ ചോദിക്കും. ആരെ ചോദിച്ചാണ്? ആരാ? ഫാത്തിമ സലീമാണ്. ശരി. ഞാൻ പഠിപ്പിച്ചിട്ടില്ല, പക്ഷെ ആക്സിലേഷൻ ടു ഗ്രാവിറ്റി ശരിക്കും മുകളിലേക്ക് പോകുന്ന ഒരു കുറയും എന്നുള്ളത് ഗ്രാവിറ്റേഷൻ പഠിച്ച കുട്ടികൾക്ക് മനസ്സിലാവും. പക്ഷെ ആ കുറയിൽ വളരെ ചെറിയ മാറ്റമുള്ളൂ. അതിനേക്കാൾ വ്യത്യാസം എച്ചിന് സംഭവിക്കുന്നത്. അതുകൊണ്ട് അതിനാണ് റോൾ. ആക്സിലേഷൻ ടു ഗ്രാവിറ്റിയേക്കാൾ റോൾ എച്ചിന് വരും. അങ്ങനെ എച്ച് വളരെ കുറഞ്ഞു പോകുന്നത്. നമ്മള് വലിയ പൊക്കമുള്ള നമ്മൾ ഈ രാജമലയോ അങ്ങനെ മൂന്നാർക്ക് ചെന്നിട്ട് അവിടുന്ന് വീണ്ടും മല കയറുമ്പോ ഒക്കെ ഉണ്ടല്ലോ, മൗണ്ടൈനേഴ്സിന്റെ ഒക്കെ ഭയങ്കര പ്രശ്നമാണ്. മുകളിലേക്ക് ഒരു പ്രഷർ കുറഞ്ഞു പോകും. എടാ ചുറ്റുമുള്ള പ്രഷർ കുറഞ്ഞു പോകുന്ന അറ്റ്മോസ്ഫിയർ പ്രഷർ അത് നമുക്ക് ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കും. നമ്മുടെ ശരീരത്തിൽ ഒരു പ്രശ്നം. ഐ വിൽ ടെൽ യു വാട്ട് വിൽ ഹാപ്പൻ. അങ്ങനെ നമുക്ക് ചുറ്റുമുള്ള അറ്റ്മോസ്ഫിയർ പ്രഷർ കുറഞ്ഞു. ഇനി ഭൂമിയിൽ നമ്മൾ എവിടെ നിന്നാലും ഇപ്പൊ നമ്മളിവിടെ നടക്കും, കേരളത്തിൽ നടക്കുമ്പോൾ എവിടെ പറഞ്ഞോ ഞാൻ പറഞ്ഞുതരാം. വിശാലെ എച്ച് എന്താണെന്ന് നോക്കിയ പോലെ എച്ച് എന്താ സാധനം ഒന്ന് ഓർത്ത് നോക്കി. എച്ച് എന്താന്ന് ഓർത്ത് നോക്കിയാൽ മനസ്സിലാവും. ആരാ എച്ച്? എവിടെ നിന്നുള്ളേ? മോളിൽ നിന്നുള്ളേ. നീ ഓർത്ത് നോക്കി. ഈ ആള് മൗണ്ടന്റെ മുകളിൽ നിൽക്കും. ഇവിടെ നിൽക്കും. ആളിവിടെ നിൽക്കും. ഇത് എ, ഇത് ബി. എവിടെ എച്ച് കൂടുതൽ? എച്ച് കൂടുതൽ ബിയിലാണ്. കാരണം എച്ച് എവിടെ നമ്മൾ അളക്കണേ? എച്ച് മോളിൽ നിന്ന് അളക്കണേ. കണ്ടോ? അപ്പൊ ഇവിടെ എച്ച് കുറവാണ്. അപ്പൊ എച്ച് കുറവുമ്പോ ഇവിടുത്തെ പ്രഷർ എന്ത് ചെയ്യും? എയിലെ പ്രഷർ, എയിലെ ആള് നിൽക്കുമ്പോ, മൗണ്ടന്റെ മുകളിൽ കയറി നിൽക്കുമ്പോ അയാൾക്ക് ചുറ്റും ഉണ്ടാക്കുന്ന അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്ന സാധനം, അതായത് ഗേജ് പ്രഷർ ബൈ ദ അറ്റ്മോസ്ഫിയർ, ബൈ ദ എയർ, അത് കുറവാണ് കൂടുതലാണോ? കുറവായിരിക്കും. അതിന് ഞാൻ പറഞ്ഞു ക്ലിയർ. ആലോചിച്ചോളാം, പല കേസ് ആലോചിച്ചോളാം. ഇത് ആരോടോ ചോദിക്കുമ്പോൾ ഇരിക്കുമ്പോ ആരോടോ പറഞ്ഞു, അതിപ്പോ വിശാലിനോടാണ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ നമുക്ക് ഉറക്കം തോന്നും. നമ്മളായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ഞാൻ ചോദ്യങ്ങൾ ഇടക്ക് ഞാൻ പേര് മാറ്റി വിളിക്കുന്നത് അതിന് വേണ്ടിയാ. അപ്പൊ നിങ്ങൾ പറയാതിരിക്കുന്ന അവസ്ഥ ഉണ്ടാവരുത്. അപ്പൊ അതാണ് അറ്റ്മോസ്ഫിയർ പ്രഷർ മാറ്റം വരുന്നത്. ഓക്കെ, ഇനി ഞാനൊരു കാര്യം ക്ലിയർ ആണല്ലോ അല്ലേ? മനസ്സിൽ ഒരുപാട് സംശയം തോന്നുന്ന ചാപ്റ്ററുകളാണ്. ബിക്കോസ് യു നോ സംതിങ് റിലേറ്റഡ് വിത്ത് ദിസ് ചാപ്റ്റർ, ബിക്കോസ് ഇറ്റ് ഈസ് ഓൺ ദ ഡെയിലി ലൈഫ്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനൊക്കെ ഉണ്ടാവും. പെട്ടെന്ന് ചോദിച്ചോളൂ. ഒരുപാടായിട്ടുണ്ട് ഇതിനകത്ത്, ഒരുപാടായിട്ട് പറഞ്ഞാൽ തീരില്ല. ഇല്ല ടോപ്പിക് വരുന്ന ടോപ്പിക് അങ്ങനെ തന്നെയാ. പറഞ്ഞോ. മുകളിലേക്ക് പോകുന്നതോറും ഡെൻസിറ്റിക്ക് വ്യത്യാസം വരില്ലേ? ഡെൻസിറ്റിക്ക് മാറ്റം വരില്ല. അത് കേട്ടോടെ കാര്യമായ മാറ്റം ഉണ്ടാവില്ല. കാരണം എയറിന്റെ മൊത്തത്തിൽ നമ്മൾ ഒറ്റ ഡെൻസിറ്റി, ഈ ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്ന ഫിസിക്സിൽ വേറെ പോയിന്റ് ആട്ടോ. ഇതൊക്കെ ഭയങ്കര പോയിന്റുകളാണ്. അങ്ങനെ പഠിക്കുന്നത്. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ അതിന്റെ രസം എന്താണെന്ന് വെച്ചാൽ, ഡെൻസിറ്റി ഓഫ് എ മെറ്റീരിയൽ. ഇപ്പൊ നോക്കി, എന്റെ ടവൽ, ഇതിലൊരു ഡെൻസിറ്റി ഉണ്ട്. ഇത് അങ്ങനെയുണ്ട്, ഒറ്റ ഡെൻസിറ്റിയാണ്. ബിക്കോസ് ഇറ്റ് ഇസ് മേഡ് അപ്പ് ഓഫ് ദ സെയിം മെറ്റീരിയൽ. അങ്ങനെയാണല്ലോ ഉണ്ടാക്കുന്നത്. ഇതിനകത്ത് വെള്ളമുണ്ട്, ഇതിന്റെ ഉള്ളിൽ വെള്ളമുണ്ട്. ഈ വെള്ളത്തിന് ഒറ്റ ഡെൻസിറ്റി. അതിനകത്ത് നിന്ന് മരുന്നൊക്കെ കളിക്കുന്നു. മരുന്നുകൊണ്ട് ഞാൻ കഷായം കുടിക്കുന്നതിന്റെ ഇടക്ക് അത് വേറെ അസുഖത്തില ചുമയ്ക്കും. അപ്പൊ അതിനകത്ത് കളിക്കുന്നത് അവരുടെ ഡെൻസിറ്റി ഉണ്ട്. ആ ഡെൻസിറ്റി ഫിക്സ്ഡ് ആണ് എവിടെ പോയാലും വെള്ളത്തിന്. അത് എയറിന്റെ ഡെൻസിറ്റി നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചാൽ വാല്യൂ 1.29 ഒരു വാല്യൂ ഉണ്ട്. ഞാൻ ശരിക്കും മറന്നുപോയി. ഡെൻസിറ്റി ഓഫ് എയർ ഒരു വാല്യൂ, ഡെൻസിറ്റി ഓഫ് വാക്വം അതൊരു വാല്യൂ. ഫിക്സ്ഡ് ആയിട്ട് ഏകദേശം ചെറിയ മാറ്റമൊക്കെ ഉണ്ടാവും. ഈ ചൂട് വരുന്നു, ചൂടായി കഴിയുമ്പോൾ ചെറിയ, അല്ലാതെ മാറ്റമൊന്നുമില്ല. പത്ത് വാല്യൂ ഞാൻ നേരത്തെ 1000 എന്ന് പറഞ്ഞില്ലേ വെള്ളത്തിന്. ആ വെള്ളത്തിൽ ചൂടാക്കുമ്പോൾ അതിന് മാറ്റം വരും ചെറുതായിട്ട്. പക്ഷെ അത് നമ്മൾ കണക്കാക്കാം. ശരി, മുന്നോട്ട് പോട്ടെ. അപ്പൊ പ്രഷർ മുകളിൽ കുറയാനുള്ള കാരണം മനസ്സിലായാലും ഇതിനാണ് അറ്റ്മോസ്ഫിയർ പ്രഷർ. ഇനി കേട്ടോ, ഇനി ഈ ഭൂമിയിൽ നമ്മൾ എവിടെ പോയാലും, ഇവിടെ പോക്കോ, എർത്ത് സർഫസിലേക്ക് ഇവിടെ പോക്കോ, ഒരു കുളത്തിൽ ചാടിപ്പോ, അല്ലെങ്കിൽ കേട്ടോ ഇവിടെ അതുണ്ടാവും അറ്റ്മോസ്ഫിയർ. അപ്പൊ വാട്ട് ഈസ് അറ്റ്മോസ്ഫിയർ പ്രഷർ? Atmospheric pressure is the pressure exerted by the atmosphere over the object. Pressure
ആരാണ്? അപ്പൊ നിങ്ങൾ ഇനി ഗേജ് പ്രഷർ എന്ന വാക്ക് പറയണ്ട, പ്രത്യേകം മനസ്സിലാക്കിക്കോ. ഗേജ് പ്രഷർ എന്ന് പറയില്ല. അറ്റ്മോസ്ഫിയർ പ്രഷർ എന്ന് പറയും. ഗേജ് പ്രഷർ ശരിക്കും അറ്റ്മോസ്ഫിയർ പ്രഷർ ആര് തന്നെയാണ്? ഗേജ് പ്രഷർ തന്നെയാണ്. അപ്പൊ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കേണ്ടതാണ്, ഗേജ് പ്രഷർ എന്ന് പറഞ്ഞാൽ പിള്ളേർക്ക് തിരിയാറില്ല ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. നിങ്ങൾ തിരിയണം. ഗേജ് പ്രഷർ എന്ന് പറഞ്ഞാൽ ഏതൊരു ഫ്ലൂയിഡും ആ ഫ്ലൂയിഡില് ഒരാൾ മുങ്ങിക്കിടന്നാൽ, അയാൾ താഴ്ന്നു കിടന്നാൽ HROG ആക്ട് ചെയ്യും. HROG അതാണ് ഗേജ് പ്രഷർ. ഇങ്ങനെ ഭൂമിയിൽ നമ്മൾ നോക്കുമ്പോൾ അറ്റ്മോസ്ഫിയറിൽ നമ്മുടെ മേത്തിൽ ഇങ്ങനെ ആക്ട് ചെയ്തുകൊണ്ടിരിക്കുക. അറ്റ്മോസ്ഫിയർ നമ്മൾ എർത്തിൽ നിന്നാൽ ആക്ട് ചെയ്യും, വേൾഡ് കയറി ആക്ട് ചെയ്യും, എർത്തിൽ കുഴിഞ്ഞിരുന്നാൽ ആക്ട് ചെയ്യും, ഒളിച്ചിരുന്നാൽ ആക്ട് ചെയ്യും, വീട്ടിലിരുന്നാൽ ആക്ട് ചെയ്യും, എവിടെ ആക്ട് ചെയ്യും. കാരണം അതിന്റെ ഇങ്ങനെ മുകളിലേക്ക് കിടക്കുക. 8 കിലോമീറ്ററാണ് പൊക്കമുണ്ട്. കിലോമീറ്റർ പറഞ്ഞാൽ 8 കിലോമീറ്ററാണ് ആ പൊക്കം. അത് വന്ന് ഇങ്ങനെ നമ്മുടെ മേലത്ത് ഇങ്ങനെ ആക്ട് ചെയ്തുകൊണ്ടിരിക്കും. എപ്പോഴും ഫുൾ ടൈം ആക്ട് ചെയ്തുകൊണ്ടിരിക്കും. അത് മൗണ്ടിന്റെ മുകളിൽ പോകുമ്പോൾ അത് കുറയും, മുകളിലേക്ക് പോകുന്നതോറും കുറയും. പ്ലെയിനിൽ ഫ്ലൈറ്റിൽ നമ്മൾ പൊങ്ങി പോകുന്നതോറും കുറഞ്ഞുകൊണ്ടിരിക്കും. കാരണം എച്ച് കുറയുമ്പോൾ ഈ ഗേജ് പ്രഷർ ബൈ ദ അറ്റ്മോസ്ഫിയർ, ബൈ ദ എയറിനെ നമ്മളൊരു പേരിട്ട് വിളിച്ചാക്കാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അത് നമ്മൾ കോമൺ പേര്. ഇനി അപ്പൊ അറ്റ്മോസ്ഫിയർ പ്രഷർ എന്ന് പറയുമ്പോൾ ഈ ഐഡിയ നിങ്ങൾ മനസ്സിൽ വന്നോളൂ. അപ്പൊ അത് വേറെ ആയിട്ട് നമ്മൾ കണക്കാക്കും. ഇനി മുതൽ അറ്റ്മോസ്ഫിയർ പ്രഷർ എപ്പോൾ കേട്ടാലും എന്താണ്? ഇറ്റ് ഈസ് പ്രഷർ എക്സെപ്റ്റ് ബൈ ദ അറ്റ്മോസ്ഫിയർ എന്നൊക്കെ കണക്കാക്കും. കാരണം എപ്പോഴും നമ്മൾ എവിടെയുണ്ട്? നമ്മൾ എപ്പോഴും എർത്ത് സർഫസിലാണ് നമ്മൾ കണക്കാക്കുന്നത്. എപ്പോഴും നമ്മൾ എർത്ത് സർഫസിൽ നിൽക്കുകയാണ്. അപ്പൊ എവിടെ നിന്നാലും എന്തുണ്ട്? ഈ അറ്റ്മോസ്ഫിയർ പ്രഷർ ഇങ്ങനെ നമ്മുടെ മേത്ത് ആക്ട് ചെയ്തുകൊണ്ടിരിക്കും. അതിന് PA എന്നാ പറഞ്ഞത്. PA കണ്ടാ? PA ചെറുത്, PG ഗേജ് പ്രഷർ, PA അറ്റ്മോസ്ഫിയറിക് പ്രഷർ. പറഞ്ഞോ, പ്രശ്നങ്ങൾ പറഞ്ഞോളാം, വിട്ടേക്കരുത്. ഇനി എന്താണെന്നാണ് ഞാൻ പറഞ്ഞത്? ഞാൻ മുന്നോട്ട് പോട്ടെ? കൈ കാണിച്ചിട്ട് കാളിനെയും വിളിച്ചോളുണ്ടോ? പറഞ്ഞോ. ആ ഫാത്തിമ ശരി. ഫാത്തിമ രണ്ടും ശരിക്കും പറഞ്ഞ സെയിം ആണല്ലോ. ശരിക്കും അറ്റ്മോസ്ഫിയർ പ്രഷർ ആരാ? ഇറ്റ് ഈസ് എ ഗേജ് പ്രഷർ ബൈ ദ എയർ. എയർ ഉണ്ടാക്കുന്ന ഗേജ് പ്രഷറാണ് അറ്റ്മോസ്ഫിയർ പ്രഷർ. പക്ഷെ സയന്റിഫിക് ലോകം ഇനി എന്ത് വിളിക്കുന്നു അറിയോ? ഗേജ് പ്രഷർ ബൈ ദ എയർ ഒന്നും വിളിക്കില്ല. ഒറ്റ പേര് വിളിച്ചു അതിന്. എന്ത്? അറ്റ്മോസ്ഫിയർ പ്രഷർ. അറ്റ്മോസ്ഫിയർ. ഞാൻ 100% പറയാം, ഒരു സ്കൂളിലും നമ്മൾ ഇത് ഡിസ്കസ് ചെയ്യില്ല. അറ്റ്മോസ്ഫിയർ പ്രഷറിനെ വേറെ ആയിട്ട് കണക്കാക്കൂ. ശരിക്കും ആരായത്? ഇറ്റ് ഈസ് എ ഗേജ് പ്രഷർ ബൈ ദ എയർ. അതാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അതുകൊണ്ടല്ലേ മാറ്റം തന്നെ, വെളുക്കവും മാറ്റം തന്നെ, അലേന മാറ്റം തന്നെ. അത് കുറഞ്ഞു പോകുന്ന ചിന്തക്ക് നിങ്ങളെ മനസ്സിലാണെങ്കിൽ ഇത് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ വളച്ചു തിരിച്ച് പറഞ്ഞു. കേൾക്കണില്ല പേര് പറഞ്ഞേ. ആദ്യം ഒരു മിനിറ്റ് ആദ്യം ആരാ പറഞ്ഞേ? ഒരു മിനിറ്റ് റോസ്മരിയ. ദുൽഫിക്കാർ പറഞ്ഞേ. കൃഷ്ണ എന്ന് പറഞ്ഞേ. അത് കറക്റ്റ്. അത് പഠിക്കാണ്ട്. ഗ്രാവിറ്റേഷൻ. ഐ വിൽ ടെൽ യു അറ്റ് ദാറ്റ്. നീ അന്ന് ചോദിച്ചോളൂ. ഗ്രാവിറ്റേഷൻ നിന്റെ മനസ്സിലങ്ങനെ കിടക്കട്ടെ. ആർക്കിമിഡീസിന് ഇങ്ങനെ മനസ്സിലുണ്ടായിരുന്നു. നീ ചിലപ്പോൾ ഭാവിയിൽ ഒരു ആർക്കിമിഡീസോ മനസ്സിലുണ്ടായിരുന്നെങ്കിൽ. അങ്ങനെ ആർക്കിമിഡീസ് മറ്റേ യൂറിക്ക കുളിച്ചുകൊണ്ടിരുന്നപ്പോ യൂറിക്ക എന്ന് പറഞ്ഞ ഓടിയില്ലേ? അത് മനസ്സിൽ എപ്പോഴും ഇങ്ങനെ കിടക്കുമായിരുന്നു. നിന്റെ മനസ്സിൽ കിടക്കട്ടെ. നമുക്ക് ശരിയാക്കാം. അങ്ങനെ കിടക്കട്ടെ. അങ്ങനെ കിടക്കണം. ഓക്കെ, അന്ന് ചോദിച്ചോളൂ നീ. ഇൻഷാല്ലാ ദൈവം സഹായിച്ച. ഓക്കെ, അപ്പൊ അറ്റ്മോസ്ഫിയറിക് പ്രഷർ വേറെ ആരാ? റോസ്മരിയ, ഇറ്റ്സ് യുവർ ചാൻസ്. ഐ പോകും. ശരി, ശരിക്കും ഇത് HROG തന്നെയാണ്. ഇത് തന്നെ HROG തന്നെയാണ്, ഒരു സംശയമില്ല. H×ρ×G. പിന്നെ ഞാൻ പറഞ്ഞ കളി, ഇത് എർത്തിൽ ഏകദേശം ഫിക്സ്ഡ് ആയിരിക്കും. എർത്ത് സർഫസിൽ ഏകദേശം ഫിക്സ്ഡ് ആയിരിക്കും. ആണ് പുള്ളി കേട്ടോ. ഇത് HROG തന്നെയാണ്, ഒരു സംശയമില്ല. H of the air, ρ of the air into G. You will get it. ഞാൻ ബാഗും പറഞ്ഞു. എന്റെ ടെക്സ്റ്റ് ബുക്ക് ഞാൻ നോക്കാം. 1.29 ആണ് കറക്റ്റ്. ഞാൻ ഓർക്കണില്ല. ടെക്സ്റ്റ് ബുക്കിൽ പിള്ളേരില്ലേ എവിടെ കിടക്കുന്നത് നിങ്ങൾ നോക്കിയാൽ ചിലപ്പോ കാണില്ല. ഒരു എക്സാമ്പിൾ എവിടെയോ ഉണ്ടായിരുന്നു. ഒരു മിനിറ്റ് കിട്ടിയാൽ നല്ലതാണ്. എക്സാമ്പിൾ 10.3 എന്നത് ഫാത്തിമ ഷിജു. ഷീ ഈസ് വെരി ഫാസ്റ്റ്, റൈറ്റ്? എക്സാമ്പിൾ 10.3 ഫാത്തിമ ഷിജു.
കിട്ടിയ എക്സാമ്പിൾ 10.3 പെട്ടെന്ന് ആ ക്വസ്റ്റ്യൻ വായിച്ചേ. മതി. അതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. 1.29 എന്റെ വാല്യൂ ശരിയാ. ഡെൻസിറ്റി ഓഫ് എയർ 1.29 ഇത്രേ ഉള്ളൂ. വെള്ളത്തിന് 1000 എയറിന്റെ 1.29 ഏകദേശം 1 എന്ന് ഓർത്താലും മതിയല്ലോ. ഇത്രേ ഉള്ളൂ ഡെൻസിറ്റി. എന്നിട്ട് ഫാത്തിമ ഷിജു ആ ക്വസ്റ്റിന് എനിക്ക് തോന്നുന്നു ഹൈറ്റ് കണ്ടുപിടിക്കാനാണ്. ഒറ്റ മിനിറ്റ് ആ ഹൈറ്റ് എത്ര വേണം കിട്ടിയാണ്? ഒറ്റ മിനിറ്റ് ഫാത്തിമ ആ ഹൈറ്റ് എത്ര കിട്ടിയാണ്? h കണ്ടോ 8 കിലോമീറ്റർ ആണ് എയറിന്റെ ഹൈറ്റ്. 8 കിലോമീറ്റർ ഇവിടുന്ന് പൊക്കത്തേക്ക് 8 കിലോമീറ്റർ. ഇതൊക്കെ താഴെ വരുന്ന പോയിന്റിൽ ഇതൊന്നും ഞാൻ വെറുതെ പറഞ്ഞത് എല്ലാം പരീക്ഷയ്ക്ക് വരുന്നത്. പരീക്ഷയ്ക്ക് വെച്ചാൽ നമുക്ക് ആവശ്യമുള്ളതാണ്. ഏത് എക്സാമിനാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഹൈറ്റ് ഏകദേശം 8 കിലോമീറ്റർ ആണ് ഏതിന്റെ? എയറിന്റെ. അത് കണ്ടുപിടിച്ചത് റോസ്മരിയ ചോദിച്ച പോലെ ഈ ഫോമുല വെച്ചിട്ടാണ്. PA = HρG എന്നുള്ള ഫോമുല വെച്ചിട്ട് ഹൈറ്റ് കണ്ടുപിടിക്കുക. ഐ വിൽ ടെൽ യു. ഞാൻ പറഞ്ഞുതരാം. തിരിച്ച് മറിച്ചൊക്കെ പഠിക്കണം. അങ്ങനെ എഴുതണട്ടോ നിങ്ങൾ. അപ്പൊ റോ 1.29 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. അങ്ങനെ ഹൈറ്റ് ഓഫ് ദ എയർ കണ്ടുപിടിച്ചപ്പോൾ എയറിന്റെ ഹൈറ്റ് ആണ് നമുക്ക് 8 കിലോമീറ്റർ. അപ്പൊ ആ വാല്യൂ കിട്ടുകൊടുത്തു. P = HρG 8 കിലോമീറ്റർ. 8 ഇൻറ്റു കിലോമീറ്റർ മാറ്റി 10⁻³ ഇൻറ്റു 1.29 ഇൻറ്റു 10 അല്ലെങ്കിൽ 9.8. ഇതെല്ലാം കൂടെ ചെയ്തപ്പോ അവർക്ക് കിട്ടിയ വാല്യൂ എത്രയെന്നറിയോ? അറ്റ്മോസ്ഫിയറിക് പ്രഷറിന്റെ വാല്യൂ സർഫസിൽ, എർത്തിന്റെ സർഫസിൽ കിട്ടിയ വാല്യൂ 1. കൃത്യം പറഞ്ഞാൽ കൃത്യ വാല്യൂ നമ്മൾ എടുത്താൽ 10⁻² നമ്മൾ പറയണേ 1.013 1 മതി ശരിക്കും. 1.013 × 10⁵ പാസ്കൽ. ഇങ്ങനെയാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷറിന്റെ വാല്യൂ കിട്ടണത്. കണ്ടോ? ഇതാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷറിന്റെ വാല്യൂ എർത്തിന്റെ സർഫസിൽ. ഇതിനെ അറൗണ്ട് നമ്മൾ എന്ത് വിളിക്കും? 10⁵ എന്ന് വിളിച്ചാൽ മതി. 1.013 അങ്ങോട്ട് കളയാം. ചെറിയ മാറ്റമാണ്. 1 × 10⁵. അങ്ങനെ 10⁵ പാസ്കൽ. അതായത് 1000, 10000, 1,00,000 പാസ്കൽ. 5 വരുമ്പോ അതിന്റെ അടുത്ത് ആരോ ചോദിച്ചായിരുന്നു? വേറെ ആരോ പറയാൻ വന്നായിരുന്നല്ലോ. വഴി പോയത്. ശരി. അപ്പൊ എത്രയാണ്? പറഞ്ഞോ. ഇപ്പഴല്ലേ പറഞ്ഞു. ശരി. കിട്ടിയോ? ശരി. അത് ഞങ്ങൾക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ നിങ്ങളെ പുറം പോയത്. ഒരാളെ വെച്ച് നിങ്ങൾ ചെയ്യിക്കാൻ ആവശ്യമില്ലാത്തതുകൊണ്ട്. ശരി. അപ്പൊ 10⁵ പാസ്കൽ. ഇത് ബൈ ഹാർട്ട് ചെയ്യണം. ഏതാണ്? അറ്റ്മോസ്ഫിയറിക് പ്രഷറിന്റെ വാല്യൂ എത്രയാണ്? 10⁵ പാസ്കൽ ആണ് എർത്ത് സർഫസിൽ. എർത്തിന്റെ സർഫസിൽ എവിടെ എടുത്താലും, സർഫസിൽ ഭൂമിയുടെ പ്രതലത്തിൽ, നമ്മുടെ വീടിന്റെ മുകളിൽ തീരുന്നൊന്നും മാറ്റം ഉണ്ടാവില്ല കേട്ടോ. ഭൂമിയുടെ പ്രതലത്തിൽ ഞാൻ ഭൂമി തന്നെ കുഴിയിലിറങ്ങിയാൽ മാറും, കിണറ്റിലിറങ്ങിയാൽ മാറും എന്നൊന്നും കാര്യത്തിൽ മാറ്റം ഉണ്ടാവില്ല. അല്ലെങ്കിൽ വീടിന്റെ മുകളിൽ കയറുമ്പോൾ മറ്റേ ഭൂമിയിലേക്ക് പോകുമ്പോൾ വണ്ടിയുടെ മുകളിൽ കയറുമ്പോൾ പൊക്കം മാറിയില്ലേ എന്നൊന്നും ചിന്തിക്കേണ്ട. ആ പൊക്കൊന്നും കണക്കിലെടുക്കണ്ട. ഭൂമി കൂടെ എവിടെ സഞ്ചരിച്ചാലും എന്താണ്? ഏകദേശം ഇതായിരിക്കും. നല്ല പൊക്കത്തിലേക്ക് പോകുമ്പോഴാണ്. ഇപ്പൊ നമ്മളൊന്ന് മൂന്നാർ യാത്ര ചെയ്ത് നോക്കുക. മീൻ സീ ലെവൽ നിങ്ങൾ മൂന്നാർ എഴുതി വെച്ചിട്ടുണ്ട്, കണ്ടിട്ടുണ്ടാവും. യു ആർ അറ്റ് ആൻ ഓൾട്ടിറ്റ്യൂഡ് ഓഫ്, ഹൈറ്റ് എന്ന് എഴുതില്ല. ബിക്കോസ് I told you h is altitude, right? 3000 feet from MSL, mean sea level. mean sea level കടൽ നിരപ്പ്. കടൽ നിരപ്പാണ് എർത്തിന്റെ സർഫസ്. യഥാർത്ഥത്തിൽ പിന്നെ മുകളിലേക്ക് പൊക്കാണ്. ഭയങ്കര പൊക്കത്തിലാണ് മൂന്നാർക്ക് പോകണം. മൂന്നാർ അങ്ങനത്തെ മുകളിലേക്കൊക്കെ പോകും. പക്ഷെ അതൊന്നും വലിയ മാറ്റം നമ്മൾ ഫീൽ ചെയ്യില്ല. എങ്കിലും ചിലവർക്ക് അത് ഫീൽ ചെയ്യും. അതിന് മുകളിലേക്ക് പോകുമ്പോൾ ഭയങ്കര പ്രശ്നമാണ്. എവറസ്റ്റ്, അത് മൗണ്ട് കേപ്പ്, അവിടെ റൈറ്റ്. ഇനി രസം എന്ന് പറയും, ഈ 10⁵ പാസ്കലിനെ നമ്മൾ വേറെ 1-2 പേരോടെ വിളിക്കും. നമ്മളൊന്നും അറിയണം. ഇതിനൊക്കെ വേറെ ഒന്നും ഞാൻ പറയാൻ വന്നതാണ്. ഒരുപാട് സാധനമുണ്ട്. ഇങ്ങനെ പറയുമ്പോൾ ചേർത്ത് പറയും. ചേർത്ത് എഴുതിക്കോളും. ഞാൻ വേറെ ഒന്നൊക്കെ പറയാൻ വന്നു. 10⁵ പാസ്കലിനെ നമ്മൾ ഈ കറക്റ്റ്, ഞാൻ വേറെ കേട്ടോ, ഇതിനെ
ഈ സാധനത്തിനുണ്ടല്ലോ ഇവിടെ ഇങ്ങനെ ഈ പറയുന്ന 1.013 × 10⁵ വേറെ പേരിട്ട് വിളിക്കാറുണ്ട് ATM 1 ATM എന്ന് വിളിക്കാറുണ്ട്. 1 ATM അറ്റ്മോസ്ഫിയർ ATM ആണ്. അപ്പൊ 1 ATM എന്ന് എവിടെയെങ്കിലും കേട്ടാൽ എത്രയാണത്? 1.013 × 10⁵ പാസ്കൽ. അത് ചെയ്യണ്ട, അറൗണ്ട് 10⁵ പാസ്കൽ ഓർത്താൽ മതി. 1 അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്നാണ് അതിന്റെ അർത്ഥം. ഇനി ഈ 10⁵ വേറെ പേരോടെ വിളിക്കാറുണ്ട്. ആരെങ്കിലും ഓർക്കണ്ടോ? 10⁵ പാസ്കലിന്റെ വേറെ പേര് ആരെങ്കിലും ഓർക്കണ്ടോ? ഓർക്കണ്ടോന്ന് വെച്ചാൽ നോക്കി പറയണ്ട. ആരെങ്കിലും ഓർക്കണ്ടോ? അലിഫ എന്ന് പറഞ്ഞേ, പഠിച്ചതാ, CBSE പഠിക്കൂ. ബാർ 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 ഒരു ബാർ എന്ന് പറയും. ഒരു ബാർ എന്ന് പറയും. ഓക്കെ, അങ്ങനെ ഒരുപാട് യൂണിറ്റുകൾ ഉണ്ട് ഈ പ്രഷറിന്. ATM അറിയപ്പെടും, പാസ്കലാണ് SI യൂണിറ്റ്, ബാർ എന്ന് അറിയപ്പെടും. പിന്നീട് ടോർസെല്ലി, അത് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ ടോർസെല്ലി അത് 130. അത് വേണമെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ടോർസെല്ലി ലോകം ഞാൻ പഠിപ്പിക്കാം. മറന്നു അങ്ങോട്ട് തിരിച്ച് പുറത്ത് പറയുമ്പോഴേ വിട്ടുപോകും. വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം. ടോർസെല്ലി എന്ന് പറഞ്ഞ സാധനം, ടോർസെല്ലി SI യൂണിറ്റാ, സോറി ഒരു സയന്റിസ്റ്റ് പേരാ ടോർ. 1 ടോർ എന്ന് അറിയപ്പെടും. വേറൊരു യൂണിറ്റ് ടോർ 133 പാസ്കലാണ്. ഒരു ടോർ എന്ന് പറഞ്ഞ ഒരു ടോർ 133 പാസ്കലാണ്. ഓക്കെ, പിന്നെ വേറെ സാധനം ഡൈൻ. ഒക്കെ യൂണിറ്റുകളാണ്, പക്ഷെ SI യൂണിറ്റ് ആര് മാത്രമാണ്? പാസ്കൽ. ATM ഉണ്ട്, ബാർ ഉണ്ട്, ടോർ ഉണ്ട്, ഡൈൻ. ഈ CGS SI യൂണിറ്റ് അല്ല, CGS സിസ്റ്റത്തിൽ ഡൈൻ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഇതൊന്നും നമുക്ക് ആവശ്യമില്ല. നമ്മൾ മെയിനായിട്ട് ഏതാ ഉപയോഗിക്കണേ? ഒന്നുകിൽ ബാർ ഉപയോഗിക്കും, ബാർ കുറെ ഉപയോഗിക്കാറുണ്ട്, പിന്നെ പാസ്കൽ ഉപയോഗിക്കും. നമുക്ക് ആവശ്യം. ഓക്കെ, ഇനി വേറെ ഒന്നും പറയാം. ശരി, അല്ല പിള്ളേരെ ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഭീമ നവാസ് ഞാൻ ചോദിക്കട്ടെ. അല്ല, നമ്മുടെ മേത്ത് അപ്പോ അറ്റ്മോസ്ഫിയർ പ്രഷർ ആക്ട് ചെയ്യുന്നു എത്ര? ഈ 10⁵ പാസ്കൽ. 10⁵ പാസ്കൽ നല്ല വാല്യൂ ആണ്, ഭയങ്കര വാല്യൂ ആണ്. 1,00,000 പാസ്കൽ നമ്മുടെ മേത്ത് അറ്റ്മോസ്ഫിയർ ആക്ട് ചെയ്തോണ്ടിരിക്കുക. അപ്പൊ ഭീമ നമുക്ക് എന്തെങ്കിലും പറ്റുമോ? നമുക്കത് ഫീൽ ചെയ്യണ്ടോ? ഭീമ നവാസ് ഫീൽ ചെയ്യാറുണ്ടോ ഈ 10⁵ പാസ്കൽ അറ്റ്മോസ്ഫിയർ പ്രഷർ? ഇപ്പൊ ഞാനിരിക്കുന്നു, ഇപ്പൊ ഭീമ ഇരിക്കുന്നു, മുറിയുടെ ഉള്ളിൽ കയറിയിട്ട് എനിക്ക് അത് ആക്ട് ചെയ്തോണ്ടിരിക്കുക. അത് ഫീൽ ചെയ്യണ്ടോ ഭീമ? ഇല്ല. അതെന്തായിരിക്കും കാരണം? ഇല്ല, അതെന്തായിരിക്കും കാരണം ഭീമ? അതെന്തായിരിക്കും കാരണം? ആരും അഭിപ്രായം പറഞ്ഞു. ടെമ്പറേച്ചർ റൂം ടെമ്പറേച്ചർ ഉള്ളതുകൊണ്ടാണ്. അല്ല, റൂം ടെമ്പറേച്ചറുമായിട്ടല്ല, പ്രഷർ. ടെമ്പറേച്ചറുമായിട്ടല്ല, പ്രഷറുമായിട്ടൊന്ന് കണ്ടിട്ട് നോക്കി. ആർക്കെങ്കിലും പറയാമോ? സനയ്ക്ക് എന്തേ? സനയ്ക്ക് അനക്കമില്ല, സന ചെയ്തൊന്നും അനക്കമില്ല. അല്ല സന, നമുക്ക് വല്ല പ്രഷറുണ്ടോ? സന ഞാൻ ചോദിക്കട്ടെ, നമുക്ക് ബോഡിക്ക് വല്ല പ്രഷറുണ്ടോ സ്വന്തമായിട്ട്? സന അല്ല, വെയിറ്റ് ഇല്ല. സ്വന്തമായി ബോഡിക്ക് വല്ല പ്രഷറുണ്ടോ? ഹാൻഡ് റൈസ് ചെയ്തിട്ടോ? ഞാൻ സനയത്ത് മാത്രമല്ല ചോദിക്കുന്നത്, ഹാൻഡ് റൈസ് ചെയ്തോ? അക്കുമലെ ബോഡിക്ക് സ്വന്തമായിട്ട് വല്ല പ്രഷറുണ്ടോ? അക്കുമൽ എന്താ പ്രശ്നം? ബോഡിക്ക് സ്വന്തമായി വല്ല പ്രഷറുണ്ടോ? നീ ഇതുവരെ കേട്ടിട്ടില്ലേ പറഞ്ഞത്? ബോഡിക്ക് സ്വന്തമായി പ്രഷറുണ്ടോന്ന് കേൾക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് അത്ഭുതമാട്ടോ. അത് മനസ്സിലാക്കുക. വാട്ട് ഈസ് യുവർ സജഷൻ? ആദിൽ ജമാൽ. ബോഡിക്ക് സ്വന്തമായി വല്ല പ്രഷറുണ്ടോ? ഉണ്ട്. അതാണ് ബ്ലഡ് പ്രഷർ, BP, ബ്ലഡ് പ്രഷർ. ബോഡി സ്വന്തമായിട്ട് ഉണ്ടാക്കണേ എന്തിനു വേണ്ടിയാന്ന് അറിയാം? ഈ അറ്റ്മോസ്ഫിയർ പ്രഷറിനെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ്.
അതാണ് ഒന്നാമത്തെ ബോഡി സെറ്റപ്പിന്റെ മെറ്റാബോളിസത്തിന്റെ ഒന്നാമത്തെ പോയിന്റ് ആണ്. ബി പി എന്ന് പറയുന്ന സാധനം BP എന്ന് വിളിക്കുന്നത്. BP കൂടി BP കുറഞ്ഞു എന്നൊക്കെ പറയില്ലേ, അത് ഈ അറ്റ്മോസ്ഫിയർ പ്രശ്നമായിട്ട് കണക്ഷൻ ഉണ്ട്. അതുകൊണ്ട് വെറുതെ മൂന്നിലേക്കൊന്നും നമുക്ക് പോകാൻ പറ്റില്ല, വെറുതെ വെള്ളത്തിനടിയിലേക്കൊന്നും പോകാൻ പറ്റില്ല, നല്ല ദൂരത്തേക്കൊന്നും ഡെപ്തിലേക്ക് പോകാൻ പറ്റില്ല, വെറുതെ സ്പേസിലേക്കൊന്നും പോകാൻ പറ്റില്ല. നമ്മുടെ ബോഡി കൊളാപ്സ് ആയി പോകുന്ന പറഞ്ഞാൽ കൊളാപ്സ് ആയി എന്താണെന്ന് മനസ്സിലാവില്ല, കേടായി പോകും. നമ്മുടെ ഒരു മെഷീൻ കേടായി പോവില്ലേ, നമ്മുടെ ബോഡി അങ്ങോട്ട് കേടായി പോകും. ബിക്കോസ് നമ്മുടെ ബോഡി ഇവിടെ സെറ്റ് ചെയ്താക്കാണ് എന്ത്, ഈ 10⁵5 പാസ്കൽ അറ്റ്മോസ്ഫിയർ പ്രഷറെ പ്രതിരോധിക്കാൻ വേണ്ടി ശരീരത്തിന്റെ ഉള്ളിൽ 10⁵5 പാസ്കൽ തന്നെ ഉണ്ടാക്കും. അത് ബോഡിയുടെ സെറ്റപ്പാണ് ഉള്ളവരെ. അതിനാണ് BP എന്ന് പറയുന്നത്, ബ്ലഡ് പ്രഷർ. ബ്ലഡ് പ്രഷർ കൂടാനും പാടില്ല, കുറയാനും പാടില്ല. കുറഞ്ഞാൽ എന്ത് സംഭവിക്കുന്നത് അറിയാം? സംഭവിക്കുന്നത് കുറഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ആരാ പറഞ്ഞത്? ബ്ലഡ് പ്രഷർ കുറഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ആരാ പറഞ്ഞത്? എന്താ സംഭവിക്കുന്നത്? ഹരിഗോവിന്ദ് എന്താ സംഭവിക്കുന്നത്? മരിച്ചു, ആള് ഇല്ലാണ്ടായി പോകും, സംശയമില്ല. ഒന്നാമത് ഉപയോഗിക്കണമെന്നുണ്ടല്ലോ, ഞാൻ പറഞ്ഞില്ല, ആള് വീണ്ടും പോകും. എന്താ കാരണം വെച്ചാൽ പ്രഷർ കൂടിയ സ്ഥലത്ത് നിന്ന് പ്രഷർ കുറഞ്ഞ ഭാഗത്തേക്ക് ഈ ആൾക്കാർ ഒഴുകാൻ തുടങ്ങും. ഭയങ്കര പ്രശ്നമാണ്. ഞാൻ പറഞ്ഞില്ല, പ്രഷർ കൂടിയ സ്ഥലത്ത് നിന്ന് പ്രഷർ കുറഞ്ഞ സ്ഥലത്തേക്ക് മാറ്ററുടെ ഫ്ലോ ഉണ്ടാവുന്ന ഒരു പിടുത്തമുണ്ട്. ഒരേ പ്രശ്നമാണ് ഈ പ്രശ്നം. എപ്പോഴും മനസ്സിലാക്കണം, പ്രഷർ കൂടിയ സ്ഥലത്ത് നിന്ന് പ്രഷർ കുറഞ്ഞ സ്ഥലത്തേക്ക് എല്ലാം അങ്ങനെയാണ്. വോൾട്ടേജ് കൂടിയ സ്ഥലത്ത് നിന്ന് വോൾട്ടേജ് കുറഞ്ഞ സ്ഥലത്തേക്ക്, വെള്ളം കൂടുതലുള്ള പൊട്ടൻഷ്യൽ എനർജി കൂടിയ സ്ഥലത്ത് നിന്ന് പൊട്ടൻഷ്യൽ എനർജി കുറഞ്ഞ സ്ഥലത്തേക്ക്, പ്രഷർ കൂടിയ സ്ഥലത്ത് നിന്ന് പ്രഷർ കുറഞ്ഞ സ്ഥലത്തേക്ക് ഒരു ഒഴുക്കുണ്ടാവും, ഒരു തള്ളുണ്ടാവും. നമ്മുടെ ശരീരം കൊളാപ്സ് ആയി പോകും, ശരീരത്തെ തെറ്റിപ്പോവും, താളം തെറ്റിപ്പോവും, വീട് പോകും. അങ്ങനെ താങ്ങാൻ പറ്റില്ല. അങ്ങനെ പ്രശ്നം നോട്ട് ചെയ്ത് വെക്കാം. പ്രഷറിന്റെ പോയിന്റ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ആളുടെ മെറ്റബോളിസം ഒക്കെ തറന്നു പോകും. അങ്ങനെ പ്രശ്നം ഒരുപാട് ആദ്യം ചെറിയ കുറഞ്ഞിട്ട് തലവേദന അങ്ങനെ പ്രശ്നങ്ങളൊക്കെ കാണിക്കും. ചെയ്യുമ്പോൾ ആളെന്തെങ്കിലും അടിക്കില്ല, പ്രഷർ കൂടി വന്നില്ല. പിന്നെ ഞാൻ വേറെ ഒന്ന് പറയാൻ പോയി. ഇതുപോലെ നിങ്ങൾ കേട്ടോ, ഈ നമ്മുടെ ഈ മൗണ്ട് എവറസ്റ്റിന്റെ മുകളിൽ ഒരാൾ കയറുക, മൗണ്ട് എവറസ്റ്റിന്റെ മുകളിൽ കയറുമ്പോൾ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ ഇതൊന്നും ഇതെല്ലാം ക്വസ്റ്റ്യൻ ആൻസർ കേട്ടോ. ഞാൻ വർത്തമാനം പറഞ്ഞല്ല കേട്ടോ, എല്ലാം പോയിന്റ് ആയിട്ട് എഴുതണം കേട്ടോ, ഓരോരോ പുതിയ പോയിന്റ് ആയിട്ട്. മൂസിൻ മുഹമ്മദ് ഞാൻ ചോദിക്കട്ടെ, ഒരാൾ മൗണ്ട് എവറസ്റ്റിന്റെ മുകളിൽ കയറുക, നീ ആലോചിച്ചു നോക്കാം. അത് സാധാരണ കേട്ടോളാം, സാധാരണ ആള് എന്ത് ചെയ്യാൻ 10⁵5 പാസ്കൽ എന്തുണ്ടാക്കുന്നുണ്ട്? ബ്ലഡ് പ്രഷർ ഉണ്ടാക്കുന്നുണ്ട്. അത് ആരോട് ഈക്വൽ ആണ്? അറ്റ്മോസ്ഫിയർ പ്രഷറിനോട് ഈക്വൽ ആണ്. അപ്പൊ ഭൂമിയിൽ നടക്കാൻ നമുക്ക് പ്രശ്നമില്ല. കാരണം ഭൂമിയിലെ നമ്മൾ നടക്കുമ്പോൾ നമ്മുടെ മേത്ത് തരുന്ന അങ്ങനെ തന്നെ എഴുതണം. ഞാൻ കാണില്ല, കുറവാണ്. നിങ്ങൾ അഡ്ജസ്റ്റ്മെന്റാ നടക്കണേ. ഇതൊക്കെ ചോദിക്കുമെങ്കിൽ കിട്ടണം. അറ്റ്മോസ്ഫിയറിക് പ്രഷർ 10⁵5 പാസ്കൽ ആക്ട് ചെയ്യുമ്പോൾ അതേ പ്രഷർ നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കിയിട്ട് നമ്മൾ അതിനെ ഈക്വലൈസ് ചെയ്ത് ബാലൻസ് ചെയ്ത് കൊണ്ടേ നടക്കുകയാണ്. അപ്പൊ ശരീരത്തിന് വല്ല പ്രശ്നം ഉണ്ടായാൽ, പ്രഷർ കുറഞ്ഞു പോയാൽ നമ്മൾ വീണു പോകും. കാരണം അറ്റ്മോസ്ഫിയർ ആക്ട് ചെയ്യും. നമുക്ക് പ്രശ്നങ്ങൾ നമുക്ക് എഴുതിക്കാൻ പറ്റില്ല, തലകറങ്ങും, അത് പ്രശ്നം, അങ്ങനെ പ്രശ്നമാണ്. നമ്മുടെ ശരീരത്തിൽ പ്രഷർ കുറഞ്ഞു പോകാൻ പാടില്ല പല കാരണം കൊണ്ട്. അപ്പൊ ഗുളിക കഴിച്ച് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യും. ഞാൻ ചോദിക്കുന്നത്, നമ്മൾ മൗണ്ട് എവറസ്റ്റിന്റെ മുകളിൽ കയറുമ്പോൾ മൂസിനെ വാട്ട് വിൽ ഹാപ്പൻ? ആർക്കാ ചേഞ്ച് വരുന്നത്? നമ്മുടെ ബ്ലഡ് പ്രഷറിനാണോ അറ്റ്മോസ്ഫിയർ പ്രഷറിനാണോ? എന്താ മാറ്റം വരുന്നത്? പ്രഷറിനാണോ മാറ്റം വരുന്നത് മൗണ്ട് എവറസ്റ്റിന്റെ മുകളിൽ കയറുമ്പോൾ? അറ്റ്മോസ്ഫിയർ പ്രഷറിനെ മാറ്റം തന്നെ. ബ്ലഡ് പ്രഷർ ഫിക്സ് ചെയ്ത് വെച്ചാൽ ഏകദേശം 10⁵5 പാസ്കലാണ്. ആ സർഫസിന് വേണ്ടി നമ്മൾ സെറ്റ് ചെയ്താക്കണേ. നമ്മൾ ഭൂമിയിലല്ലേ ജനിച്ചേ, നമ്മൾ മല കയറാൻ വേണ്ടിയല്ലോ ജനിച്ചാക്കണേ. ഭൂമിയിൽ നടക്കാൻ വേണ്ടിയാണ് ദൈവം തമ്പുരാൻ ജനിപ്പിച്ചാക്കണം. അതുകൂടെ നടന്നാൽ മതിയല്ലോ. പക്ഷെ മനുഷ്യനാണ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി മനുഷ്യൻ മുകളിൽ കയറുകയാണ്, മൗണ്ട് എവറസ്റ്റിന് മുകളിൽ കയറുകയാണ്. അപ്പൊ എന്ത് ചെയ്യും? ആ ചുറ്റുമുള്ള അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറയുകയാണ്. അപ്പൊ ഈ മുകളിൽ നിൽക്കുന്ന ആളുടെ, ഇവിടെ കയറി നിൽക്കുന്ന ആളുടെ ഉള്ളിൽ എത്ര പ്രഷർ? ഇയാളുടെ ഉള്ളിൽ എത്ര പ്രഷർ? 10⁵5. പുറത്തോ? കുറവാണ്. പുറത്ത് കുറവാണ്.
അത് മുകളിലേക്ക് പോകുന്നവരും കുറഞ്ഞു വരും. പുറത്ത് കുറവാ. എന്തും പോയി. ആരാ പറഞ്ഞ? എന്തും പോയി. ആരാ പറഞ്ഞ? എന്തും പോയിക്കും. എല്ലാവരും പറയണല്ലോ. ഇത്രയും ഞാൻ പറഞ്ഞു. ഇനി നിങ്ങൾ പറയണല്ലോ എന്തും പോയിക്കും. പറഞ്ഞു. കൈവക്കിയാ മതി. കൈവക്കിയാ മതി. തമന കൈ ഇങ്ങനെ ഒന്ന് കാണിച്ചു. ഒന്ന് കാണട്ടെ ആ കൈ രേഖ. ഞാൻ ഒന്ന് കണ്ടേ. കൈരേഖ ഒന്ന് കാണട്ടെ. ഒന്ന് വെച്ചേ, ക്യാമറയിലേക്ക് വെച്ചേ. ഞാൻ ഭാവി പറയാം. ഇങ്ങനെ പിടിച്ചേ. ആ കൈരേഖ കണ്ടാൽ ഭാവി ഞാൻ പറയാം. ആ മൈരാജിക്ക് കിട്ടുന്നുണ്ടോ? കൈ ഇങ്ങനെ പിടിച്ച് കാണട്ടെ. ഞാൻ വല്ലപ്പോഴും കാണട്ടെ. ആ ശരി, അങ്ങനെ പിടിച്ചു കാണട്ടെ. അല്ലാതെ പ്രശ്നമില്ല. അല്ലെങ്കിൽ പ്രശ്നമാണ്. ഈ കൈ സ്ഥിരമായി ഞാൻ കൈരേഖ കാണാത്ത കൈ പ്രശ്നമാണ്. അവരുടെ ഭാവി പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ കൈരേഖ കാണുന്നത്. ഈ കൈ സ്ഥിരം കാണാൻ ഞാൻ ഭാവി ഇപ്പോഴേ പറയാം. ഓക്കെ ശരി. ആ അനിറ്റ വെറുതെ അഭിപ്രായം എന്ന് പറഞ്ഞ അനിറ്റ വെറുതെ അഭിപ്രായം എന്ന് പറഞ്ഞ് ചുമ്മാ ശരിയാവുന്നു. സാർ അവിടെ ഈ ഓക്സിജൻ ഒക്കെ കുറവായിരിക്കില്ലേ? ഓക്സിജന്റെ അളവൊക്കെ വ്യത്യാസമുണ്ട്. വേറെ ആരാ പറഞ്ഞേ? ആനന്ദ് പി എം, നിന്റെ കൈരേഖ നല്ലതാണോ? നീ ഒന്ന് പറഞ്ഞേ കണ്ടേ. ആ അതാണ് ബോഡിയുടെ ഉള്ളില് പ്രഷർ കൂടിയാല് പുറത്ത് പ്രഷർ കുറവ്. അപ്പൊ ഒഴുകാൻ തോന്നും. ഒഴുകും. ആരാ ബോഡിയുടെ ഉള്ളിൽ നിന്ന് ഒഴുകാൻ പറ്റിയ ഒരാളെ? ഒഴുകാൻ പറ്റിയ ആളാണ് ബോഡിയുടെ ഉള്ളിലുള്ള ആരാനന്ദ പി എം? പല സാധനം ഒഴുകാൻ പറ്റും. പക്ഷെ ഏറ്റവും നല്ല ആരാ? ഏറ്റവും കൂടുതലുള്ള ആരാ? ബ്ലഡാ. ഏറ്റവും കൂടുതലുള്ള ബ്ലഡാണ്. അങ്ങനെ ബ്ലഡ് ഒഴുകും. അങ്ങനെ ബ്ലഡ് പുറത്തേക്ക് ഒഴുകാൻ നോക്കുമ്പോൾ ഞരമ്പുകൾക്ക് എന്താണ്? ഞരമ്പുകൾക്ക് ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് നിൽക്കണം. ഒഴുകാൻ പറ്റൂല്ലോ. ഈ മൂക്കിന്റെ ഉള്ളിലേക്കുള്ളത് ചെറിയ ഞരമ്പുകൾ അതൊക്കെ പൊട്ടും. ചോര കുമ്പോ ഒഴുകാൻ വെറുതെ ഒഴുകും. ബ്ലഡ് വെറുതെ ഇങ്ങനെ മുക്കിക്കൊള്ളും. നമ്മളൊന്നും ചെയ്യാം. തന്നെ കുട്ടി ഒഴുകും. വേറെ അപകടമൊന്നുമില്ല. അതിനുള്ള പ്രതിരോധങ്ങളൊക്കെ ചെയ്ത് അവരെന്ത് ചെയ്യും? അതിനുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്യും. ഉണ്ടോ? അപ്പോ അങ്ങനെയാണ് ഈ മൗണ്ടൈനേഴ്സിന്റെ മൂക്കിൽ ഇങ്ങനെ ചോരൊക്കെ വരുമെന്ന് പറയാൻ കാരണം അവർക്ക് കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവും. സ്പേസിൽ പോകുമ്പോൾ, നമ്മൾ പ്ലെയിനിൽ പോകുമ്പോൾ പ്ലെയിനിലേക്ക് അതിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്യാ പ്രഷർ. നിങ്ങൾ കണ്ടല്ലേ പ്ലെയിനിന്റെ ക്രാഷ് ഒക്കെ ഉണ്ടാക്കി? നിങ്ങൾ ഹോളിവുഡ് മൂവീസിലേക്ക് പ്ലെയിനിന്റെ ഡോറൊക്കെ തുറന്നു കഴിഞ്ഞാൽ ഈ പുറത്തേക്ക് പറഞ്ഞ പ്രഷർ ഉള്ളിൽ പുറത്തേക്ക് തള്ളും. പ്രഷർ ഉള്ളിൽ സെറ്റ് ചെയ്യാ പ്ലെയിനിന്റെ ഉള്ളിൽ. നമുക്ക് ആവശ്യമായ പ്രഷർ മുകളിലേക്ക് പോകുമ്പോൾ അതിന്റെ ഉള്ളിൽ ആ പ്രഷർ വേണം ഈക്വലൈസ് ചെയ്യാൻ. പ്രശ്നങ്ങളാ. സബ്മറൈൻ, അന്തർവാഹിനി, മറ്റേ അടി പോണ കപ്പല് സബ്മറൈൻ ഒക്കെ പ്രശ്നമാണ്. ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. പ്രഷറിന്റെ പ്രശ്നങ്ങളെ ആള് വീട് പോകും. അങ്ങനെ ഞാൻ പറഞ്ഞു. ഇതൊക്കെ പോയിന്റ്. ചോദ്യം ചോദിക്കണ എങ്ങനെയാ? എന്തുകൊണ്ടാണ് മൗണ്ടൈനേഴ്സ്? അപ്പൊ നമ്മൾ പണ്ട് പറയുമ്പോഴല്ല. അപ്പൊ ഈ പോയിന്റിനെ കുറിച്ച് നമ്മൾ പറയും. മൗണ്ടൈനേഴ്സിന് എന്തുകൊണ്ടാണ് ബ്ലഡ് വരും? എങ്ങനെ മൂക്കിന്ന് ചെറിയ ബ്ലഡ് വെസൽസ് പൊട്ടാൻ കാരണം എന്ന് ചോദിക്കുന്നു. പറയും ഇങ്ങനെയാണ് സംഭവം. മുകളിലേക്ക് പോകുമ്പോ പുറത്ത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ അവിടെ കുറവാണ്. അല്ലാതെ ഇങ്ങനെ നമ്മുടെ ഉള്ളിൽ പ്രഷർ കൂടുതലാണ്. അപ്പൊ ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലേക്ക് ഒഴുകാൻ നേരത്ത് അങ്ങനെയാണ് ബ്ലഡ് ഒക്കെ പുറത്തേക്ക് ഒഴുകുന്നത്. അപ്പൊ ചെറിയ ഞരമ്പുകളാണ് ഇവിടെ. അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ഇതൊക്കെ എഴുതണം. എഴുതി വെക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾ ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾ വേറെയൊക്കെ പറയില്ലേ? എന്തുകൊണ്ടാണ് പരീക്ഷയ്ക്ക് ചിലപ്പോൾ അങ്ങനെയൊക്കെ മൗണ്ടൈനേഴ്സ് എന്തുകൊണ്ട് ഇപ്പോഴത്തെ ഡ്രസ്സ് അല്ലെങ്കിൽ എന്താണ് ചെറിയ ബ്ലഡ് വെസൽസിനെ മറ്റേ മൂക്കിന്ന് അല്ലെങ്കിൽ നോസിനൊക്കെ പുറത്ത് ചോര വരുന്നതൊക്കെ നിങ്ങൾ വേറെ കഥയൊക്കെ എഴുതി വെക്കും. അത് പണ്ടോലെ അങ്ങനെയാണ്, പണ്ട് അയാൾ കയറിയപ്പോ ഇങ്ങനെയാണ്, പണ്ട് അയാൾ കയറി അങ്ങനെ മരിച്ചിട്ടുണ്ടെന്നൊക്കെ എഴുതി വെച്ചാൽ മാർക്ക് കിട്ടൂല. ഇതിനു മുമ്പ് മൂക്കിന്ന് ചോര അയാൾ ഡ്രസ് ഇട്ടിട്ടുണ്ട്, മറ്റേ മൂക്ക് കെട്ടിവെക്കും, മാസ്ക് ഇടും. ഇതൊക്കെ നിങ്ങൾ എഴുതുള്ളൂ. ഈ പോയിന്റ് ഒന്നും എന്ത് ചെയ്യില്ല, എഴുതൂല. അറ്റ്മോസ്ഫിയർ പ്രഷർ കുറവാണോ അല്ലെങ്കിൽ ബ്ലഡ് പ്രഷർ, ഇതൊന്നും എഴുതൂല. പക്ഷെ പ്രഷർ എന്നുള്ള വാക്കും ഫിസിക്സ് അതിനകത്ത് കയറി വരണം. ഓക്കെ, ചോദ്യം ചോദിക്കുന്നതിനനുസരിച്ച്. ഇനി വേറെ ചോദ്യം വരുന്നത്, അപ്പോ ഇനി ഒരു ഐഡിയ കൂടെ ഉണ്ട് കേട്ടോ. ഇനി ഒരു ഐഡിയ ഉണ്ട്. ഒരാള് ഇമ്പോർട്ടൻ്റ് പോയിട്ടാ, എർത്ത്. ഇതാണ് എർത്ത്. ഓക്കെ, ഇതാണ് എർത്ത്.
അപ്പൊ അയാൾ ഇവിടെ നിൽക്കുകയാണ്. ഇവിടെ നിൽക്കുമ്പോൾ എന്ത് ചെയ്തു, ഇയാളുടെ മേത്ത് അറ്റ്മോസ്ഫിയർ പ്രഷർ ആക്ട് ചെയ്തുകൊണ്ടിരിക്കും. എപ്പോഴും അറ്റ്മോസ്ഫിയർ പ്രഷർ ഉണ്ട്. അറ്റ്മോസ്ഫിയർ എപ്പോഴും എന്ത് ചെയ്യും, ഇവൻ ഇങ്ങനെ പ്രഷർ കൂടിയ സ്ഥലത്ത് നിന്ന് കുറെ സ്ഥലത്ത് കയറാൻ നിൽക്കും. അത് ഞാൻ ഒരു ഐഡിയ പറഞ്ഞുതരാം. ഞാൻ ഒരു കാര്യം ഇവിടെ പറയട്ടെ. ഇവിടെ ഒറ്റ വാക്കൂടെ പറഞ്ഞിട്ടാണ്, നമ്മുടെ എയർ സക്കർ ഉണ്ട്. എയർ സക്കർ, നിങ്ങൾ സ്റ്റീൽ ഗ്ലാസ് ഒക്കെ, നമ്മൾ സ്റ്റീൽ ഗ്ലാസ് കുട്ടികൾ സ്റ്റീൽ ഗ്ലാസ് ആരുടെ കയ്യിൽ ഇപ്പൊ സ്റ്റീൽ ഗ്ലാസ് ഉണ്ട്? നിങ്ങളുടെ അടുത്ത സ്റ്റീൽ ഗ്ലാസ് ഉണ്ട്? സാരി ഉണ്ടോ? സാരി ഉണ്ടോ? ഇല്ല. തൊട്ടടുത്ത ആരുടെ സ്റ്റീൽ ഗ്ലാസ് ഉള്ളത്? സ്റ്റീൽ ഗ്ലാസ് ഉള്ളത് അനന്ത് ചെറിയ സ്റ്റീൽ ഗ്ലാസ് ഉണ്ട്. ദുൽഫുഖറെ ചെറിയ സ്റ്റീൽ ഗ്ലാസിന്റെ കയ്യിലുണ്ട്. സ്റ്റീൽ ഗ്ലാസ് ഇങ്ങനെ പിടിച്ചിട്ട് നമ്മളിങ്ങനെ വലിക്കൂലേ, ഇങ്ങനെ കുട്ടികൾ ഇങ്ങനെ വലിച്ചു പിടിക്കൂലേ? അത് വലിച്ചു പിടിച്ചിട്ടാ ദുൽഫുഖറെ നാണ്ടെ വലിച്ചു പിടിച്ചേ കണ്ടേ, വലിച്ചു പിടിച്ച നീ കൈ മാറ്റിയിട്ട് അത് തന്നെ ദുൽഫുഖറിനെ കാണാം, എനിക്ക് കാണാം. ശരി, നിങ്ങൾക്ക് അറിയാവുന്ന, എല്ലാവർക്കും അറിയാവുന്ന എന്താ വർക്ക് ചെയ്യണേ? ഇപ്പൊ ദുൽഫുഖർ ചെയ്തെന്താ, സ്റ്റീൽ ഗ്ലാസ്. എന്റെ ഗ്ലാസ് വലുതാ, ചെറിയതാണെങ്കിൽ നിൽക്കും. നമ്മളെല്ലാവരും ചെയ്തിട്ടില്ല, കുട്ടികൾക്ക് ചെയ്യില്ല, ഇങ്ങനെ വലിച്ചിങ്ങനെ നിർത്തും. റൈറ്റ്, ഇങ്ങനെ വലിച്ചിട്ട് ഇങ്ങനെ ഒട്ടി നിൽക്കും. എന്താ സംഭവം? കാരണം ആരാ പറഞ്ഞേ എന്ന് പറഞ്ഞ്? കാരണം പറഞ്ഞ് സോജു. കാരണം പറഞ്ഞ സോജു, നമ്മൾ അതിന്റെ ഉള്ളിൽ എയർ സക്ക് ചെയ്ത്. അതെ, നമ്മൾ അതിന്റെ ഉള്ളിലെ എയർ, ആ ഗ്ലാസിന്റെ ഉള്ളിലെ എയർ നമ്മൾ സക്ക് ചെയ്യും. എന്നിട്ട് ആ പ്രഷർ അവിടെ ഇനിയാണ് ബാക്കി. അത് പറഞ്ഞപോലെ നമ്മൾ അങ്ങനെ എയർ സക്ക് ചെയ്യും. ഇനി എന്താണെന്നുള്ളതാണ് നമ്മുടെ ഫിസിക്സ്. ബാക്കി ആരാ പറയണേ? വളരെ ഇമ്പോർട്ടന്റ് ഐഡിയ. ആരാ പറഞ്ഞേ? കേട്ടോ, ശരിക്കും കേട്ടോ. നമ്മള് ഇങ്ങനെയാണ്, ഇവിടെ ഇങ്ങനെ അറ്റ്മോസ്ഫിയർ ഉള്ള സമയത്ത് നമ്മളൊരു ഗ്ലാസ് എടുത്തിട്ട്, ഒരു ഗ്ലാസ് നമ്മുടെ കയ്യിലുണ്ട്. ഈ ഗ്ലാസിന്റെ ഇവിടെ നിർത്തിട്ട് ഈ ഗ്ലാസിന്റെ ഉള്ളിൽ നമ്മൾ എയർ അങ്ങോട്ട് സക്ക് ചെയ്യും. അപ്പൊ ഇനി ഇതിന്റെ ഉള്ളിൽ ആരാ ഉള്ളേ? ഇതിന്റെ ഉള്ളിൽ ആരാ ഉള്ളേ എന്ന് പറഞ്ഞടാ. നീ എന്നെ പറഞ്ഞ സൂചി, ആരാ ഉള്ള ഇതിന്റെ ഉള്ളിൽ? സൂചി, നീ ഇതിന്റെ ഉള്ളിൽ ആരാ ഉള്ളേ? പ്രഷറാണോ? ഇതിന്റെ ഉള്ളിൽ ആരാ ഉള്ളേ? അതിന്റെ ഉള്ളിൽ എയർ ഉണ്ടായിരുന്നു. ഈ എയർ നീ ഇങ്ങോട്ട് വലിച്ചു. ഇനി ആരാ അതിന്റെ ഉള്ളിലുള്ളത്? ആരുമില്ലാതെ നമ്മൾ എന്ത് പേരിട്ട് വിളിക്കും? പറടാ സോജു, ആരുമില്ലാതെ നമ്മൾ എന്ത് പേരിട്ട് വിളിക്കും? വാക്വം. അപ്പൊ അതിന്റെ ഉള്ളിൽ വാക്വം. ഞാൻ ചോദിക്കട്ടെ, കേട്ടോ? എന്റെ കൂടെ എഴുതണമെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല. വാക്വം. ഞാൻ ചോദിക്കട്ടെ സോജു, ഈ വാക്വത്തിന് പ്രഷർ ഉണ്ടോ അതോ പ്രഷർ കുറവാണോ? വാക്വത്തിന്റെ പ്രഷർ, എയർ ഇവിടെ ഉണ്ട്, എയറിന്റെ പ്രഷർ വെച്ച് നോക്കുമ്പോൾ വാക്വത്തിന് പ്രഷർ ഉണ്ടോ അതോ കുറവാണോ? അത് കുറവാണ്, വളരെ കുറവാണ്, തീരെ കുറവാണ്. അവിടെ ഒന്നുമില്ലല്ലോ, പ്രഷർ തീരെ കുറവാണ്. ശരി, കേട്ടോ? പ്രഷർ തീരെ കുറവാണ്, ലോ പ്രഷർ. അപ്പൊ എന്ത് ചെയ്യും? സോജു എന്ന് പറഞ്ഞു എന്ത് ചെയ്യും? അപ്പൊ ഇവിടെ ഭയങ്കര ലോ പ്രഷറാണ്. അപ്പൊ ഈ എയറിന് ഹൈ പ്രഷർ. അപ്പൊ എന്ത് ചെയ്യും സൂചി? പറഞ്ഞേ. അപ്പൊ മുഖത്തേക്ക് പിടിച്ചിരിക്കും. അല്ല, അപ്പൊ അടുത്ത പോയിന്റ് പറ. ഫിസിക്സിലേക്ക് വന്നിട്ടില്ല നീ. ഒട്ടിപ്പിടിച്ചിരിക്കും നമ്മുടെ സ്കൂൾ ലെവലിലേക്ക്, അടുത്തിലേക്ക് പയ്യെ കടക്കണം, നമ്മുടെ ആൻസറിലേക്ക് കിടക്കണം. അപ്പൊ പുറത്ത് ലോ പ്രഷർ, ഗ്ലാസിന്റെ പുറത്ത് ഹൈ പ്രഷർ, ഗ്ലാസിന്റെ ഉള്ളില് ലോ പ്രഷർ. അപ്പൊ ഈ എയർ എന്തിനു വേണ്ടി ശ്രമിക്കും? ഹൈ പ്രഷർ എടുക്കാൻ. ഹൈ പ്രഷർ കേട്ടോ, ശരിക്കും കേട്ടോ, ഹൈ പ്രഷറിൽ നിന്ന് കേട്ടോ ലോ പ്രഷറിലേക്ക് കയറാൻ വേണ്ടി ശ്രമിക്കും, ഇടിച്ചു കയറാൻ ശ്രമിക്കും. അടുത്ത പോയിട്ട് കേട്ടോ, ഇടിച്ചു കയറാൻ വേണ്ടി ശ്രമിക്കുമ്പോ നമ്മളിവിടെ എന്ത് ചെയ്താൽ ഇങ്ങനെ ഒട്ടിച്ചു വെച്ചാൽ ചേർത്ത് വെച്ചാൽ. അപ്പൊ ഈ ഗ്യാപ്പ് ഒന്നുമില്ല, ഇവിടെ ഗ്യാപ്പ് ഒന്നുമില്ല, ഇങ്ങനെ വെച്ചാൽ. അപ്പൊ ഈ എയർ എന്ത് ചെയ്ത് പറയാം കേട്ടോ, എയർ ഇങ്ങനെ തള്ളും. നിങ്ങൾ ഇതിന്റെ ഉള്ളിലേക്ക് കയറാൻ നോക്കണേ. കയറാൻ പറ്റുമോ? ഈ ചുറ്റും നമ്മൾ, അതാണ് ഇവിടുത്തെ ചുണ്ടിന്റെ പ്രത്യേകിച്ച് ഇങ്ങനെ ഈ നമ്മുടെ ഫ്ലഷ് ഒക്കെ വന്നിട്ട്, ചീക്സ് ഒക്കെ വന്നിട്ട് നമ്മളിങ്ങനെ ഒട്ടിച്ചു വെച്ചാൽ കാണും. ഇതിൽ കൂടെ ഒന്നും കയറാൻ പറ്റില്ല. ഈ ഗ്യാപ്പ് വന്നാൽ ചില കുട്ടികൾ ചെയ്താൽ ശരിയാവില്ല. എന്താണ്, തടിയൊന്നും ഇല്ലാത്ത ഈ കൂർത്തിരിക്കുന്ന ഗ്യാപ്പ് ഉള്ളവർ അതിന്റെ ഉള്ളിൽ കൂടെ കയറും. എയർ കയറരുത്, ശരിക്കും മനസ്സിലാവണം. എയർ കയറരുത് ഇതിന്റെ ഉള്ളിലേക്ക്. ഇവിടെ വാക്വം, ശരിക്കും മനസ്സിലായത് ഒരുപാട് ക്വസ്റ്റ്യൻ ആൻസർ ആയത്. ഇവിടെ വാക്വം, ഇതിന്റെ ഉള്ളിൽ വാക്വം വേണം, പുറത്ത് എയർ വേണം. ഇതിന്റെ ഉള്ളിലേക്ക് ഇത് തുറന്നാ പോയി ചെറിയ ഗ്യാപ്പ് ഇട്ടൊക്കെ ഗ്ലാസ് ചാടിക്കും.
ഇതിന്റെ ഉള്ളിൽ വാക്വത്തിലേക്ക് എയർ കയറാൻ പറ്റില്ല. അപ്പൊ എയർ എന്ത് ചെയ്യുന്ന അറിയാം? തള്ളും. ഇങ്ങനെ പുറത്തുനിന്ന് അത് നമ്മൾ ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ്. ആരാ തള്ളണ? നമ്മളത് ഒട്ടിപ്പിടിച്ചിരിക്കുകയാണല്ലേ? തെറ്റാണ്. അക്കോർഡിംഗ് ടു വാട്ട് ഈസ് ഹാപ്പനിങ്? Air exerts a strong force. Air exerts a strong force due to low pressure inside the glass. Air tends to enter from high pressure to low pressure. അങ്ങനെ ശ്രമിക്കുമ്പോൾ അവൻ തള്ളുവല്ലേ. ഹൈ പ്രഷറിന് എപ്പോഴും ലോ പ്രഷറിലേക്ക് തള്ളരുത്. ഈ വാക്കുകൾ നമ്മൾ ഉപയോഗിക്കണം. ഹൈ പ്രഷർ പുറത്ത്. സോ while sucking we are creating a low pressure inside the glass. So there is a force from high pressure to low pressure. ഈ വാക്കുകൾ വിട്ടു പറഞ്ഞുതരാം. ഒന്നുകൂടെ പറയൂ. 2-3 പോയിന്റുകൾ എഴുതല്ലേ. എന്തൊക്കെ പോയിന്റുകൾ എഴുതട്ടെ? ഒന്ന്, എല്ലാത്തിനും നിങ്ങൾക്ക് ഏത് ഇതുമായി ബന്ധപ്പെട്ട പല ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ട്. ഞാൻ പറഞ്ഞുതരാം വേറൊരു എക്സാമ്പിൾ. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഈ എയർ സക്കർ എന്ന് പറഞ്ഞ സാധനം. നിങ്ങൾ കണ്ടില്ലേ? നമ്മൾ ഹാങ്ങർ ആയിട്ട് ഉപയോഗിക്കുന്ന ഷർട്ട് കുളത്തിടാനും പല സ്ഥലത്തും ഉപയോഗിക്കുന്ന നമ്മൾ എയർ സക്കർ എന്ന സാധനമല്ലേ ഒട്ടിച്ചു വെക്കണേ? ചില്ലയിൽ ഒട്ടിച്ചു വെക്കണേ. സച്ചിനെ അവർ ചാരിറ്റിട്ട് പോകണം. ഒരു മിനിറ്റ്. എയർ സക്കർ എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ. ഒരു വേറെ ക്വസ്റ്റ്യൻ ആൻസർ ആട്ടോ. എയർ സക്കർ എന്ന് പറഞ്ഞ സാധനം നമ്മൾ ഒട്ടിച്ചു വെക്കണേ, ചില്ലയിൽ ഒട്ടിച്ചു വെക്കണേ. ഈ സാധനങ്ങൾക്ക് ഉണ്ടല്ലോ എന്താ പരിപാടി? നമ്മൾ ചില്ലയിൽ ഒട്ടിച്ചു വെക്കുന്ന രീതികളുണ്ടല്ലോ. എന്താ നമ്മൾ ചെയ്യണേ? വാക്വം ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് അവിടെ ഒട്ടിച്ചു വയ്ക്കും. പിന്നെ ആരാപ്പ അതിനകത്ത് പണിയെടുക്കണം? മൊത്തം എയർ വന്ന് ഇങ്ങനെ തള്ളുക സൈഡിൽ നിന്ന്. നമ്മളിങ്ങനെ ഒട്ടിച്ചു വെക്കുന്ന സാധനം ഉണ്ടല്ലോ ഉള്ളിൽ. ഇങ്ങനെ ഒട്ടിച്ചു വെക്കുന്ന സാധനം നമ്മളിവിടെ ഹാങ്ങർ ഇങ്ങനെ കുളത്തിടും. അത് ആരെ തള്ളുന്ന? എയർ ഇങ്ങനെ ഇവിടെ ഒന്ന് തള്ളുക. അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് ഇത് പറിച്ചെടുക്കണേ? ആരാ പറയും ഇതെങ്ങനെ നമ്മൾ പറിച്ചെടുക്കണം? ഇങ്ങനെ നേരെ വലിച്ചാൽ എത്ര വലിച്ചാലും പോരില്ല. NCERT-ൽ ഒരു ഫിഗർ ഉണ്ട്. അത് NCERT-ലെ ഫിഗർ അല്ല. പണ്ട് ആർക്കിമിഡീസ്, അതൊരു സയന്റിസ്റ്റിന്റെ കോൺസെപ്റ്റ്. അത് 2 സാധനങ്ങളൊക്കെ ചേർത്ത് വാക്വം ഉണ്ടാക്കി ചേർത്ത് വെച്ചാൽ കുതിരകൾ വലിച്ചാൽ അവരെ പോവില്ല, ആന വലിച്ചാൽ അവരെ പോവില്ല. അതിനേക്കാൾ ഫോഴ്സ് എയർ കൊടുക്കണം. ചെറിയതാണ് എയർ എന്ന് ഓർത്ത് നോക്കിയത്. 10⁵ പാസ്കൽ. എങ്ങനെ പിന്നെ ഇത് പറിച്ചെടുക്കണേ? ആരാ പറയണേ? ഇതെങ്ങനെ പിന്നെ നമ്മൾ പറിച്ചെടുക്കണേ? പറയ കാൽവിനെ, എങ്ങനെ ഇത് പറിച്ചെടുക്കുന്നത്? നമ്മളിങ്ങനെ ബലവിദ്യ പറിച്ചെടുക്കാൻ പറ്റില്ല. പിന്നെ എങ്ങനെ പറിച്ചെടുക്കണേ? കേൾക്കല അങ്ങോട്ട് അമക്കി കഴിയുമ്പോ ആ വാക്ക് നമ്മളെന്താ അറിയാം? നമ്മൾ സൈഡിൽ നിന്ന് ചരിച്ചു കഴിയുമ്പോ എയർ എന്ത് ചെയ്യും? ചരിച്ചു കഴിയുമ്പോ ഈ എയറിന്റെ ഉള്ളിലേക്കാണ് കയറും. അപ്പൊ ആ വാക്വം പോയി. അങ്ങനെ പറിച്ചെടുക്കാൻ പറ്റുള്ളൂ. ഈ വാക്വം അങ്ങോട്ട് പോകും. വാക്വം പണീന്റെ ഉള്ളിലേക്ക് എയർ കഴിഞ്ഞാൽ പണിയൊക്കെ തെറ്റിപ്പോയില്ലേ? പിന്നെ ആര് ഹൈ പ്രഷർ ലോ പ്രഷർ? ഒരു ഹൈ പ്രഷർ ലോ പ്രഷറും ഇല്ല. അതൊന്നും അവിടെ നിലത്തെത്തിയാണ്. ഇല്ലെങ്കിൽ അതവിടെ ഇരുന്നോളൂ. ഒരുപാട് ആപ്ലിക്കേഷൻ പറഞ്ഞു. ഇത് കഴിഞ്ഞു പരിപാടി. എനിക്ക് നിന്നേക്കാൾ തിരക്കുണ്ട്. ഞാൻ നിർത്തുക. ഞാൻ തീർക്കാൻ വേണ്ടിയാ. നിന്നേക്കാൾ തിരക്കില്ല ഞാൻ എടുക്കണം. 1 മിനിറ്റ് ഞാൻ കൂടെ എടുക്കൂല കേട്ടോ. കേട്ടോ? ശരി, നിർത്തുക. അപ്പൊ ഹൈ പ്രഷർ, ലോ പ്രഷർ, എയർ സക്കർ, ഈ ചോദ്യങ്ങളെല്ലാം ആൻസർ ഉണ്ട് കേട്ടോ. ബാക്കി നമുക്ക് നാളെ കുറച്ചു നേരം എടുക്കണം. പള്ളിയിൽ പോണ കുട്ടികളും അഡ്ജസ്റ്റ് ചെയ്യാം. കുറച്ച് എന്റെ ഒരു ക്ലാസ് മിസ്സായതുകൊണ്ടാണ്. നാളെ നമ്മളൊരു 8:15 മുതൽ ഒരു 10 മണി വരെ എടുക്കണം. ചെറിയ അറേഞ്ച്മെന്റ് ചെയ്യാം. ഒരു രക്ഷയില്ലെങ്കിൽ എക്സ്ക്യൂസ് പറയാം കേട്ടോ. ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. ബൈ. താങ്ക് യു സർ. ശരി, താങ്ക് യു സർ. ഓക്കെ. ഡൗട്ട് ഉള്ളവരെന്ന് പറഞ്ഞേ പെട്ടെന്ന് പറയാൻ പേര്. പ്രഷറിന്റെ എസ്യൂട്ട് പാസ്കൽ വേണം. എല്ലാ പ്രഷറിന്റെ എസ്യൂട്ട് പാസ്കൽ. ഗേജ് പ്രഷർ, അറ്റ്മോസ്ഫിയർ ഗേജ് പ്രഷറിന്റെ എല്ലാത്തിന്റെയും പാസ്കൽ. ഏത് പ്രഷർ വന്നാലും പാസ്കൽ. അറ്റ്മോസ്ഫിയർ പ്രഷർ, ഫ്ലൂയിഡ് പ്രഷർ, പ്രഷർ ബൈ സോളിഡ്, എന്തും പാസ്കലാണ്. പറഞ്ഞോ ആരാണ്? സർ അനീറ്റ. അവിടെ 1 മിനിറ്റ്. എബിൻ എന്താ പറഞ്ഞേ? എവിടെ? ഏതിലാന്ന് പറഞ്ഞേ? എയർ എക്സെർട്സ് എ സ്ട്രോങ് ഫോഴ്സ് ഫ്രം ഹൈ പ്രഷർ ടു ലോ പ്രഷർ.
ഹൈ പ്രഷർ ടു ലോ പ്രഷർ. അപ്പൊ എമീൻ പഠിക്കുമ്പോൾ അങ്ങനെ പഠിക്കണം. വേറെ ഒന്നും മോള് പറയണ്ട. ഈ ഫോഴ്സ് ഈ സെന്റൻസ് ഒന്നും മോള് പറയണ്ട. കാണാതെ പഠിക്കരുത്. കാണാതെ പഠിക്കും എമീൻ.